എടുക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾ എവിടെ ആയിരുന്നാലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും തീരുമാനിച്ചോണം, ഇന്ന് കർത്താവിനാലുള്ള എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്, കർത്താവിനാൽ ഞാൻ സാക്ഷിയാകുന്ന സമയമാണ്. ഇന്ന് എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമായതുകൊണ്ട് ഞാൻ ഇന്ന് അത്ഭുതം കാണും. എൻ്റെ കൂടെ ഒരുമിച്ചെന്ന് ആ വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സമൃദ്ധിയിലും ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂമിയിലത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നടക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്ന് തെളിയിക്കാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ അത്ഭുതങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്നല്ലോ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ഇരിക്കരുത്. എപ്പോഴും വൻ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു വേണം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ. വലിയ കാര്യം എന്നൊക്കെ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പം നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഒരു സാധാരണ വ്യക്തിയുടെ മൈൻഡ് സെറ്റപ്പിനെ പോലെ ആകരുത്. എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, ബൈബിൾ വായിക്കുമ്പോൾ ചെങ്കടൽ രണ്ടാവുമെന്ന് പറഞ്ഞാൽ ബുദ്ധി പറയും ഒരിക്കലും നടക്കത്തില്ല. ബക്കറ്റിലെ വെള്ളം പോലും രണ്ടാക്കാൻ നമുക്കത് കൊണ്ട് കഴിയത്തില്ല. പക്ഷേ കർത്താവിന് ചെങ്കടലിനെ കീറി മുറിച്ച് വഴി തുറക്കുവാൻ കഴിയും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. നമുക്കിന്നും പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ എന്നെ പ്രാർത്ഥന കാണുന്നവർക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഈ സൂം പ്രയറിൽ ലൈവായിട്ട് പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ പ്രയർ ലിങ്കുകളുണ്ട്, അതിൻ്റെ സമയമുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ കയറാവുന്നതാണ്. ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കുവാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ നീക്കുവാൻ കഴിയും. ഇത് പ്രാർത്ഥന ഇന്ന് വേറൊരു വചനമായിരുന്നു ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഒരു ഉച്ച സമയമായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേഗത്തിൽ ഈ ഒരു വചനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കയറി ഇറങ്ങാൻ തുടങ്ങി. ഞാനത് വേഗത്തിൽ ആ വചനങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇന്ന് വെച്ചിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഇടയായിത്തീരും. എന്നോട് കർത്താവ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ദൈവം എന്നോട് പറഞ്ഞൊരു ഓമനയ്ക്ക് വേണ്ടി കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കണം. ഓമനയുടെ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ പോവുകയാണ്. ഓമനയുടെ കുടുംബത്തിൻ്റെ അകത്ത് 7 വർഷമായിട്ട് ഉണ്ടായിരുന്ന തടസ്സം, എന്ത് ശ്രമിച്ചിട്ടും കരകയറാൻ കഴിയാതെ കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് മാറ്റാൻ പോവുകയാണ്. ഓമന എന്ന് പറയുന്നൊരു സഹോദരിനെ കർത്താവ് സ്പർശിക്കുക എന്നോട് പറഞ്ഞിരിക്കുന്നത്. വലിയ കാര്യങ്ങൾ ആ കർത്താവ് ആ കുടുംബത്തിൽ ചെയ്യും. സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ഞാൻ കാണുന്നൊരു മകളുണ്ട്. ഈ കുടുംബത്തിൽ 7 വർഷമായിട്ട് അവരൊത്തിരി, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ഇതിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാം. ഇതിൻ്റെ അകത്ത് എന്നെ കാണിക്കുന്ന മകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സ്വാതന്ത്ര്യത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. നമുക്കിന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി പോവാണ്. ഇതെല്ലാവരും ബൈബിളൊക്കെ എടുത്തു വെക്കുക. ആ വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്ക് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ലൈവ് ക്ലിയർ ആണെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ആ വാക്യം നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കൂടെ ഒരുമിച്ച് രാമേൻ എന്ന് പറഞ്ഞു. ഓക്കെ, ലൈവ് ക്ലിയർ ആണെന്ന് നോക്കിയാൽ മതി. എൻ്റെ കൂടെ ഒരുമിച്ച് രാമേൻ പറഞ്ഞ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നന്ദി കർത്താവേ, ആരാധന. അപ്പോൾ ഇവിടെ തിരുവചനത്തിൽ ഈ വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും.
ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ് ഈ വാക്യം അവിടെ കാണാൻ പറ്റുന്നത്. പരിചിതമായ വാക്യമാണ്, കേട്ടിട്ടുള്ള വാക്യമാണ്. മത്തായി അല്ല, യോഹന്നാൻ 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പോൾ ഇവിടെ കർത്താവ് വലിയൊരു വാഗ്ദത്തം, പിതാവിൻ്റെ ഭവനത്തിൽ പോകുന്ന അനേക വാസസ്ഥലമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കലങ്ങി പോകരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഒരു കണക്ഷൻ മുറിഞ്ഞു പോകുന്നത് പോലെ ഒരു വാക്ക് അവിടെ കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. ശ്രദ്ധിച്ചോണം, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങിപ്പോകല്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നിൽ വിശ്വസിപ്പിൻ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഹൃദയവും ദൈവത്തിലുള്ള വിശ്വാസവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ ആ വിഷയം നിങ്ങൾ വചനം പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ വിഷയം ഒരു ഭാരമായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം എവിടെയോ എന്തോ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്കിപ്പം ഈ സൂം പ്രയറിൽ കയറണമെങ്കിൽ വളരെ ഈസിയാണ്. ഒരു നല്ല മൊബൈൽ ഫോൺ മതി, ഒരു സിം കണക്ഷൻ മതി. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നെറ്റ്വർക്ക് കറക്റ്റ് അല്ലെങ്കിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പലപ്പോഴും പലരും പറയും, അത്ര ക്ലിയർ ആകുന്നില്ല, മുറിഞ്ഞു പോണു, കട്ടായിക്കൊണ്ടിരിക്കുന്നു, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല ആൾക്കാരും പലതും പറയാറുണ്ടല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ്വർക്ക് കട്ടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും, നമുക്ക് വ്യക്തമാകത്തില്ല, നമ്മുടെ വ്യക്തതയൊക്കെയും നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. നമുക്കൊരു വിഷയം വരുമ്പോൾ ആ വിഷയം നമ്മുടെ അകത്ത് ഭാരമായി തോന്നുക, ആ വിഷയം ഭയങ്കര ഭാരമാണ്. വിഷയം അവിടെയുണ്ട്, വിഷയത്തിൻ്റെ അകത്ത് നമുക്ക് ഭാരം വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിഷയം നിങ്ങളുടെ വിശ്വാസത്തെ എവിടെയൊക്കെയോ ബാധിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സാരമില്ലെന്നല്ല പറഞ്ഞത്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുടനെ പറയണം, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്ത് പറയുകയാണ്, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ മറ്റു ചില വാക്കുകളൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. സങ്കീർത്തനം 27 പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. ഈ വചനം ശ്രദ്ധിച്ചോണം, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പം നമുക്കൊരു വിഷയം വരുമ്പം ധൈര്യപ്പെടാൻ പറ്റുന്നില്ല, ഒരു വിഷയം വരുമ്പം നമുക്ക് ഭയങ്കര ഭാരമാണ്. ഇത് രണ്ടും വരുന്നുണ്ടെങ്കിൽ ധൈര്യപ്പെടാനും പറ്റുന്നില്ല, ഉറയ്ക്കാനും പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിച്ചിട്ടുണ്ട്. ഇനി വിശ്വാസത്തെ ബാധിച്ചാൽ എന്നാ കുഴപ്പം? എബ്രായ ലേഖനം പറയുന്നൊരു വാക്കുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നിൽ വിശ്വസിക്കുന്നവന് പ്രതിഫലമുണ്ട് എന്നും വിശ്വസിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ വാക്ക് കൊടുത്തെങ്കിൽ, വിത്തൗട്ട് ഫെയ്ത്ത് നത്തിങ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ വിശ്വാസം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പോൾ വിശ്വാസം ഒരു കണക്ഷനാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. ഈ കണക്ഷൻ മുറിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. ഇപ്പം മുറിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക എന്നല്ല, വിശ്വാസത്തെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു കലക്കം വന്നാൽ ആ കലക്കം നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. അപ്പം നിങ്ങൾ പറയും, ബ്രദറെ, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, ഞാൻ വിശ്വാസമൊക്കെ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടുന്നുണ്ട്, ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ബ്രദറെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഭാരവും ഭയങ്കര ഒരു ടെൻഷനും ഭയങ്കര ഒരു പ്രയാസവും എന്നെ അങ്ങ് അലട്ടുക. ശ്രദ്ധിച്ചോണം, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അത് തൊടുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പം നമുക്കറിയാം, ഞാൻ ആ വിഷയത്തെ എനിക്കൊന്ന് മനസ്സിലായൊരു ഉദാഹരണം പോലെ ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വലിയൊരു സുനാമി ഉണ്ടായി, നമ്മൾ വാർത്ത കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ടി വിയിലൊക്കെ വാർത്ത കണ്ടപ്പോൾ സുനാമി വന്ന് വെള്ളം കയറി ആൾക്കാരൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും അവർ മരണപ്പെടുന്നതും ഒക്കെ ഭയങ്കര ഭീകരമായ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. നമുക്ക് ഒത്തിരി വേദന നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അല്ലേ.
അനേക ആൾക്കാർ അതിലിങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും അവിടെ കടൽ തീരത്തുള്ള ആൾക്കാരെല്ലാം പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടുന്നതും കുറേ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ അതിങ്ങനെ മുങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ടിരുന്ന, ഇപ്പം ഞാൻ പറയാം, ഇടുക്കിയിലോ വയനാട്ടിലോ വലിയൊരു കുന്നും പൊക്കത്ത് ഇങ്ങനെ താമസിക്കുന്ന ഒരു കുന്നും പ്രദേശത്ത് അല്ലെങ്കിൽ പൊക്കമുള്ളൊരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ടി വിയിൽ ഈ വാർത്ത കണ്ടിട്ട് ആ മനുഷ്യൻ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ സാധ്യത ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആ വാർത്ത കാണുമ്പോൾ വിഷമം വരും, അതിൻ്റെ ഭീകരത കാണുമ്പോൾ ഒരു ഭയം വരും. പക്ഷേ അദ്ദേഹം ആ വീടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആ വാർത്ത കാണും. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും, അവിടെ നിന്ന് ഇറങ്ങി ഓടത്തില്ല. ഉടനെ നാട്ടുകാരെല്ലാം വിളിച്ചുകൂടി ഓടി രക്ഷപ്പെട്ടു, സുനാമി വരുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കത്തില്ല. അതിൻ്റെ കാരണം ആ സുനാമി അവിടെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അത് തന്നെ ബാധിക്കുന്നില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സുനാമി വന്നത് സത്യമാണ്, അത് ടി വിയിൽ ഇങ്ങനെ വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഒഴുകിപ്പോകുന്നു, മുങ്ങിപ്പോകുന്നു, വെള്ളം കുടിക്കുന്നു, ഭയങ്കര അന്തരീക്ഷം വരുന്നുണ്ടെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ വീടിൻ്റെ അകത്തൊന്നും ഓടുന്നില്ല, ഞെട്ടുന്നില്ല, ആൾക്കാരെ കൂട്ടി നമ്മളിപ്പോൾ ചാകുമെന്ന് പറയുന്നില്ല, നമ്മളും മരിക്കുമെന്ന് പറയുന്നില്ല. അതിൻ്റെ കാരണം ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിനറിയാം അതെന്നെ ബാധിക്കത്തില്ല. അതിൻ്റെ കാരണം എനിക്ക് ചുറ്റും കടലില്ല, എനിക്ക് ചുറ്റും വെള്ളം പൊങ്ങി വരാൻ ഒരു സാധ്യതയില്ല, ഞാൻ ഉയർന്നൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അകത്ത്, അതാണ് കർത്താവ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറയാൻ കാരണം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നത് യഹോവയിൽ പ്രത്യാശ വെക്കുക. നമ്മുടെ ഹൃദയം പലപ്പോഴും ഉറയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാത്ത കാര്യമാണോ ബ്രദർ പറയുന്നത്? അല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിഷമം വരും. ആ വിഷമം എല്ലാ ദിവസവും നമ്മളെ ഭരിക്കുവാൻ അനുവദിക്കരുത്. ആ വിഷമമായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. പെട്ടെന്നൊരു വിഷയം വന്നു, എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ, നാളെയും പറയും എനിക്ക് വലിയൊരു വിഷയമാണല്ലോ, മൂന്നാം ദിവസം ഒരിക്കൽ വിഷയമാണല്ലോ, വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെയും പറയുക വിഷമം. അങ്ങനെയെങ്കിലും ഉറപ്പിച്ചോണം, ആ വിഷമം നിങ്ങളുടെ മനസ്സിനെ കലക്കി നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രദറെ ആ വിഷയം അവിടെ തന്നെ ഉണ്ടല്ലോ ബ്രദറെ, ആ വിഷയം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ ബ്രദറെ, ആ വിഷയം അങ്ങനെ തന്നെ ഉണ്ടല്ലോ ബ്രദറെ, ആ വിഷയം അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടോ, എൻ്റെ യേശു എന്നെ ഈ വിഷയത്തിലൊരു അത്ഭുതമാക്കി മാറ്റുമെന്ന് മനസ്സിൽ ഉറപ്പുള്ളവർ മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, ഈ ഉറപ്പിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ശ്രദ്ധിച്ചോണം. പലർക്കും സംഭവിക്കുന്ന എന്നാന്ന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം നമ്മളെ വിഴുങ്ങുമെന്നാണ് നമ്മുടെ ഒരു ചിന്ത. അത് സ്വാഭാവികമായിട്ടും ആ വിഷയത്തെപ്പറ്റി നമ്മുടെ ഹൃദയത്തിന് നല്ല അറിവുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയം. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, വചനത്തിന് ആ വിഷയത്തെ മാറ്റുവാൻ കഴിയും. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയാൻ കാരണം എവിടെയാണ് ഉറയ്ക്കേണ്ടത്? ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വാക്യത്തിൽ യേശു പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് എന്നെ കണക്റ്റ് ചെയ്യുന്നത് വിശ്വാസമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനൊരു ലാംഗ്വേജ് ഉണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. അത് മലയാളമോ ഇംഗ്ലീഷോ മറാത്തിയോ അറബിയോ ഒന്നുമല്ല ദൈവം സംസാരിക്കുന്ന ഭാഷ. ദൈവം സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന ലാംഗ്വേജാണ്. സങ്കീർത്തനത്തിൽ പറയും, ദൈവത്തിൻ്റെ സാക്ഷ്യമോ വിശ്വാസം അത്രേ സങ്കീർത്തനത്തിൽ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പലപ്പോഴും പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിപ്പിൻ. ശിഷ്യന്മാർ പറഞ്ഞ, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ആ ബ്രദറിനെ വിളിക്കുന്നുണ്ട്, ഈ ബ്രദറിനെ വിളിക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, സൂമി പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, യൂട്യൂബിൽ പ്രാർത്ഥന കാണുന്നുണ്ട്, ലോകത്തുള്ള സകല പള്ളിയിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ കർത്താവെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ പറയുന്നു, വിത്തൗട്ട് ഫെയ്ത്ത് നത്തിങ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്താ വിശ്വാസം?
എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ഉറയ്ക്കണം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തൊരു വാക്യം വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ലൂക്കോസ് ലീഗായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കും, ദുഷ്ടനോ ദോഷത്തിൽ നിന്നും ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇവനോട് തുല്യനാകുന്നു എന്ന് കാണിച്ചു തരുന്നു. അപ്പം കർത്താവിൽ എൻ്റെ ഹൃദയം ഉറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിലേക്ക് എൻ്റെ മൈൻഡ് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ എന്ന് എല്ലാവരും ഉറക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ആശ്രയം കർത്താവാന്ന് പറ. ആമേൻ. എൻ്റെ ആശ്രയം കർത്താവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കണം. ആകാശം കുലുങ്ങി താഴെ വീണാൽ പോലും ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. ഇപ്പം ദൈവത്തിൽ എൻ്റെ ഹൃദയം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം നിറയണം. നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പം എൻ്റെ വായ്ക്കകത്തൂടെ വരുന്നത് എന്തായിരിക്കണം? ഹൃദയത്തിൽ നിറയുന്നതായിരിക്കണം. എൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കും ഈ നിറയുക എന്ന് പറയുന്നത്? നമ്മൾ ചിന്തിക്കും ഹൃദയത്തിൽ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തൊക്കെയോ വലിയ കാര്യം. ഒന്നുമല്ല, വചനം നിറയ്ക്കണം. ഈ ദൈവത്തിൽ എൻ്റെ ഹൃദയം ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പം നമ്മുടെ ഉള്ളത്തിൽ എന്തുണ്ടായിരിക്കണം? ഇനിയിപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇനി കിട്ടുന്ന സമയത്തെല്ലാം വചനം പറയുന്ന ഒരാളാണ് ബ്രദറെ, പക്ഷേ എന്നിട്ടും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വിഷയം വരുമ്പോൾ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം, കൂട്ടായ്മ ആചരിച്ചോണം. കൂട്ടായ്മയുടെ ഒരു കുറവ് അവിടെയുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയും, രണ്ട് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു കൂട്ടായ്മയും ആവശ്യം ആ സമയത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് സോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. സോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് എന്നോട് വേഗത്തിൽ പറയുന്നു. സോളിൻ്റെ കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടാൻ പോവുകയാണ്. സോളിയുമായി ബന്ധപ്പെട്ട് കർത്താവോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണുന്ന ആ കുടുംബത്തിൽ നിന്നൊരു യാത്രയെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. രാജ്യങ്ങൾക്കപ്പുറേ പോയൊരു യാത്രയെ കുടുംബത്തിൻ്റെ അകത്തും ദൈവം ഒരുക്കാൻ വേണ്ടി പോകണം. അതിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന കുടുംബത്തെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി വരുവാൻ കൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നിന്റെ ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവപ്രവർത്തികളെ പറ്റിയുള്ളതായിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴാണ് കലങ്ങുന്നതെന്നറിയാവോ? നമ്മുടെ ഹൃദയം കലങ്ങുന്നത് വേറൊരു സമയത്തുമല്ല, നമ്മളൊരു പ്രശ്നത്തിലാകപ്പെടുമ്പോഴാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ ഫ്രീ ആയിരിക്കും. എണീറ്റ് വരുമ്പോൾ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ പ്രശ്ന വിഷയത്തെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോൾ ഉറക്ക ദൈവവചനം പറയണം. ഉറക്ക ദൈവവചനം പറയണം. എത്ര നേരം പറയണമെന്നറിയാവോ? ആ ഭാരം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സമയം വരെ നിങ്ങളൊന്ന് വചനം പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കി. ഞാനൊരു എളുപ്പമാഴും പറഞ്ഞു തരാം. ചുമ്മാ വചനം പറയരുത്. പെട്ടെന്നൊരു ഭാരം, ദൈവമേ എൻ്റെ ദൈവം എന്നെ എടുക്കുക എന്നല്ല, കുറച്ച് നേരം അതുമായിട്ട് ബന്ധപ്പെട്ട വചനം ഒന്ന് കുറച്ച് പറഞ്ഞ് ആ വചനം പറഞ്ഞ ഭാരം എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നത് അതുവരെ നിങ്ങളത് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ? ആ കലങ്ങിയത് അങ്ങോട്ട് തെളിഞ്ഞിട്ട് വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പം നമ്മുടെ പ്രത്യാശ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. പ്രത്യാശ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ എന്താ സംഭവിക്കുന്നറിയാം? വിഷയം അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുനാമി അടിക്കുന്നുണ്ടെങ്കിലും മലയുടെ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്തിരിക്കുന്ന വ്യക്തി TV കണ്ടുകൊണ്ടിരിക്കും, വേണേ ഒരു കട്ടൻ കാപ്പിയും കുടിക്കും, വേണേ അവിടെ ഇരുന്നുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ട് വേണേ വാർത്ത കാണും. അയാളുടെ മനസ്സ് പറയുന്നു നിന്നെ അത് ബാധിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ട് ഒരു വിഷയവും എന്നെ ബാധിക്കത്തില്ലെന്ന് പറ. മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞു, ഒരു വിഷയം എന്നെ ബാധിക്കത്തില്ല. ആമേൻ. ഒരു വിഷയവും എന്നെ ബാധിക്കത്തില്ല.
പക്ഷെ ഇത് നിങ്ങൾക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കലങ്ങിയ ഹൃദയമാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സം. അതെന്നാ ബ്രദറെ, ഹൃദയം കലങ്ങിയാൽ എന്താണ് എൻ്റെ അനുഗ്രഹം തടസ്സമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിക്കും. അപ്പൊ വിശ്വാസത്തെ അത് ബാധിക്കുന്നുണ്ട്. വിശ്വാസം പോകുമെന്നോ നഷ്ടപ്പെടുവെന്നല്ല, വിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ നമ്മൾ ആ സമയം മുതൽ പറയുവാൻ തുടങ്ങും, ആവശ്യമില്ലാത്ത പറയാൻ തുടങ്ങും, നമ്മുടെ പ്രാർത്ഥന അവിടെ സ്റ്റോപ്പ് ചെയ്യും, നമ്മുടെ കൂട്ടായ്മ അവിടെ സ്റ്റോപ്പ് ചെയ്യും, നമ്മൾ പയ്യെ നിരാശയിലോട്ട് കയറും. നിരാശ കയറാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രത്യാശ കുറയും. നിരാശ വർദ്ധിക്കും തോറും നമ്മൾ നമ്മളെ തന്നെ പഴിക്കാൻ തുടങ്ങും. നമ്മൾ ആ കാരണം ഈ കാരണം പിശാച് അതൊക്കെ പറയാൻ തുടങ്ങും. മനസ്സിലായോ? കണക്ഷൻ മാറി മാറി പോകുന്നുണ്ടോ? പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ വചനം പറയുമ്പോൾ, ഞാൻ എത്ര നേരം വചനം പറഞ്ഞു തരാം. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ഭാരത്തിൽ നിന്ന് ഫ്രീ ആകുന്നത് അതുവരെ നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്ന് നിൽക്കണം. എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പിന്നെയും കുറച്ചു നേരം കൂടെ പറഞ്ഞു കഴിയുമ്പം ആ വിഷയം അവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ദൈവം ഒരു വഴി തുറക്കും. നിങ്ങൾ തന്നെ വാഗൊണ്ട് പറയാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു. ഹൃദയം നിറഞ്ഞു എന്ന് എപ്പോഴും അറിയാൻ പറ്റുന്നറിയാവും? ആ സമയത്ത് വാഗൊണ്ട് പറയാൻ പറ്റും. അത്ര ഞാൻ എല്ലാ ദിവസവും വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? എല്ലാ ദിവസവും വചനം പറയുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ആരെങ്കിലും ഉണ്ട് എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുവാൻ അനുവദിക്കരുത്. കാര്യം വിശ്വാസത്താലാണ് നമുക്ക് ആ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത്. വിശ്വാസത്താലാണ് നമുക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങും? ആ കാര്യത്തെ പയ്യെ മാറ്റിപ്പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പയ്യെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാഗൊണ്ട് പറയുവാൻ ആരംഭിക്കും, ഞാൻ എന്തോ പ്രശ്നത്തിലാണ്, ഞാൻ അനുഗ്രഹത്തിലല്ല പ്രശ്നത്തിലാന്ന് ഞാൻ പറയുവാൻ ആരംഭിക്കും. ഇത് നിങ്ങൾ വിട്ടുകൊടുക്കരുത്, ഇത് നിങ്ങൾ അനുവദിക്കരുത്. ഇപ്പം മനസ്സിലായോ? ഇത് നിങ്ങൾ അനുവദിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഇതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയം കലങ്ങുവാൻ അനുവദിക്കരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിഷയം വരുമ്പം ആ വിഷയത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ആ വിഷയത്തിൻ്റെ ഭാരം വരുന്നുണ്ടെങ്കിൽ, ബ്രദറെ വിഷയം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭാരമായിരുന്നു, പിറ്റേ ദിവസം അങ്ങനെ തന്നെ, പിന്നെയും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം അത് ബാധിച്ചിട്ടുണ്ട്. ഹൃദയത്തെ നിറയ്ക്കണം. കുറച്ച് നേരം വചനം പറയുമ്പോഴേക്കും മനസ്സിൻ്റെ അകത്തൊരു സമാധാനം വരും. നിങ്ങൾ പോലും അറിയാതെ പറയാൻ തുടങ്ങും, കർത്താവ് എന്തായാലും ഒരു വഴി തുറക്കും. ഇങ്ങനെ പറയാൻ പറ്റുന്നൊരു ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വായിൽ കർത്താവ് ഒരുക്കുമെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം അത്ഭുതം ഏത് സമയത്തും സംഭവിക്കാം. ഇനി ബ്രദറെ എനിക്ക് അങ്ങനെയല്ല ബ്രദറെ, എനിക്കിപ്പോഴും ഭാരമുണ്ട് ബ്രദറെ, ആ വിഷയം അവിടെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഭാരം ബ്രദറെ, കർത്താവ് അത് ചെയ്യുമെന്നൊക്കെ അറിയാം, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒരു രക്ഷയില്ല ബ്രദറെ, ഭയങ്കര ഭാരമാ ബ്രദറെ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ഈ സമയത്ത് നിറയ്ക്കണം. എന്താ നിറയ്ക്കേണ്ടത്? ഇപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങളുടെ രോഗത്തിലിരുന്ന് ഇരിക്കുക, മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു ഭാരപ്പെട്ട് മരിക്കുമെന്നൊക്കെ ആരോണ്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, റിപ്പോർട്ടുമായിട്ടിരിക്കുവാണ്. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഭാരം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സങ്ങോട്ട് വല്ലാതെ അസ്വസ്ഥതപ്പെടുക, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, അങ്ങാലും ഈ ഭാരം പോകുന്നില്ല. ഉടനെ എന്നാണെന്നറിയാവോ? എണീറ്റിരിക്കുകയോ നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ ഇരുന്നുകൊണ്ട് വാ തുറന്നു ഉറക്കെ പറയണം, കണ്ണടച്ചുകൊണ്ട്, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശു എൻ്റെ ആ രോഗം എന്താണോ ആ രോഗത്തിന് വേണ്ടി യേശു അടിയേറ്റു, ഞാൻ സൗഖ്യമാകാൻ വേണ്ടി യേശു മുറിവേറ്റു. ഇതിങ്ങനെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു എന്നറിയണമെങ്കിൽ ഒന്ന്, അത്രയും നേരം ഉണ്ടായിരുന്നൊരു ഭാരം നമ്മളിൽ നിന്ന് മാറും. രണ്ടാമത് നമ്മൾ വാഗൊണ്ട് എന്ത് പറയുമെന്നറിയാവോ? വാഗൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കും. എൻ്റെ അർത്ഥം വാഗൊണ്ട് കർത്താവേ എന്നൊക്കെ പറയും, കർത്താവുമായിട്ട് ബന്ധമില്ല. ബന്ധത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ തന്നെ പറയാൻ പറ്റും, ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും. ഇങ്ങനെ എപ്പോഴാണ് നിങ്ങളുടെ വായിന്ന് വരുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാരം വിട്ടൊഴിഞ്ഞു. ഇനി ഭാരം വിട്ടൊഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറയ്ക്കും.
ദൈവത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ ആക്റ്റീവാകും. എന്താണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ? ദൈവം എനിക്ക് തരും എന്നുള്ള ബോധ്യമാണ് പ്രത്യാശ. ഇത് നമ്മളിൽ വർക്ക് ചെയ്യുവാൻ തുടങ്ങും. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് യൂട്യൂബിൽ കാണുന്നവർക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് സൂമിലേക്ക് ഇന്ന് കയറാൻ പറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കുറച്ച് നേരം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊന്ന് പ്രഖ്യാപിച്ച്, കർത്താവ് യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഞാനൊരു അനുഗ്രഹമാണ്. എൻ്റെ ഭാരം ഈ ഭാരം എന്തുകൊണ്ടാണ് വരുന്നറിയാവോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുനാമി അടിക്കുമ്പോൾ ഇടുക്കി താമസിക്കുന്ന, വയനാട്ടിൽ താമസിക്കുന്ന, വലിയ ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഭാരമല്ല, അത് കാണുമ്പോൾ ഒരു സങ്കടമാണ് വരുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയാണ്. പക്ഷെ അയാൾക്ക് പേടിയില്ല, താൻ സുനാമിയിൽ മുങ്ങുമെന്നുള്ള പേടിയില്ല. ഇതേപോലെ നമുക്കൊരു വിഷയം വരുമ്പം ആ വിഷയം അവിടെ ഉണ്ട്, ശരിയാ, പക്ഷെ ഭയമില്ല, ഭാരമില്ല, എന്നെ ബാധിക്കത്തില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അകത്തേക്ക് ആ വചനം നിറയുവാൻ തുടങ്ങി, ദൈവവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയെന്നതിൻ്റെ അർത്ഥം. ദൈവമായിട്ട് കണക്റ്റഡ് ആയാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു ബോധ്യം വന്നു, എന്നെ ഈ വിഷയം ബാധിക്കത്തില്ല, എന്നെ ഈ വിഷയം തുടയത്തില്ല. ഈ ദിവസങ്ങളിൽ എന്താ തടസ്സമെന്ന് ചോദിച്ചാൽ ഈ ഭാരമാണ് തടസ്സം, വിഷയമല്ല തടസ്സം. ഈ വിഷയത്തിൻ്റെ കൂടെയുള്ള ഭാരമാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ജയിക്കുന്നത്? നിറച്ചാൽ മതി. ആരാധന യേശുവേ. ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ കർത്താവ് ഒരു ഗായത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു നിർബന്ധം തരുക. ഗായത്രി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ഗായത്രിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് വലിയൊരു ദൈവികമായ ഒരു തൊടൽ ഇന്ന് തൊടാൻ പോവുക. കർത്താവ്, ഞങ്ങൾ ആ ഗായത്രി എന്ന് പറയുന്ന വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ സമയത്ത് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് വിശ്വസിച്ച്, കർത്താവ് ഇന്ന് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഭാരം വരുന്നുണ്ടെങ്കിൽ ആ ഭാരത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ആ വിഷയത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു പിശാചിനും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു പ്രതികൂലത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ ഉയർന്നൊരു തലത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൊച്ചിയിൽ സുനാമി അടിച്ചാൽ ഇടുക്കിയിലോ വയനാട്ടിലോ ഇരിക്കുന്ന ഒരു വ്യക്തി അതിനെ കണ്ട് പേടിക്കണ്ട, അങ്ങോട്ട് സുനാമി അടിച്ച് അങ്ങോട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞൊരു വിഷയം വരുമ്പോൾ നിങ്ങളെ തൊടത്തില്ല. അതിങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ നമ്മളോർക്ക് ഇപ്പം നമ്മളെ വിഴുങ്ങുമെന്ന് ഒന്നും പറ്റത്തില്ല. ഇത് നിങ്ങൾ ഈ മനസ്സിൽ ഓർത്തോണം. ഈ ഉദാഹരണം, അടിക്കുന്ന സുനാമി എന്നെ തൊടത്തില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ വചനത്തിൽ അങ്ങോട്ട് ഉറച്ച് യേശു ജീവിക്കുന്നെന്ന് വിളിച്ചു പറയണം. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ കൈവിട്ടിട്ട് കർത്താവിനൊരു പരിപാടിയില്ല, എന്നെ മറന്നിട്ട് ദൈവത്തിനൊരു പരിപാടിയില്ല. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇപ്പം നമ്മൾ ഇന്നലെ കേട്ട 2 വർഷമായിട്ട് അടഞ്ഞ ചെവിയെ സഹോദരിയുടെ യേശു തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് അത്ഭുതകരം ഒത്തിരി സാക്ഷ്യം കേട്ട് നമ്മളല്ലേ, വളർന്ന അസ്ഥികൾ വളർന്നിരിക്കുന്ന ആളുകളുടെ സൗഖ്യമായത്, നടക്കാൻ പറ്റാത്ത രോഗികൾ സൗഖ്യമായത്, കിടപ്പ് രോഗികളെ സൗഖ്യമായത്, വീഴ്ചയിൽ നിന്നുണ്ടായ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാകും. എത്രയോ അത്ഭുതങ്ങൾ. നിങ്ങളൊന്ന് വിശ്വസിച്ച് പറഞ്ഞ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞാൻ തകരാൻ വേണ്ടിയല്ല, ഞാൻ നശിക്കാൻ വേണ്ടിയല്ല, ഞാൻ ഉയരാനും സാക്ഷിയാകാനും ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാനുമാണ്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവേ ആരാധന. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങ് ഓരോരുത്തരെയും ഇന്ന് സ്പർശിക്കുന്നല്ലോ, ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുന്നല്ലോ. അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും എൻ്റെ യേശുവെ അങ്ങ് അത്ഭുത സാക്ഷ്യമാക്കിയ കൈവച്ചേ. അവിടെ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ നോക്കി നിൽക്കാതെ സ്വന്തം കൈയെടുത്ത് വെച്ചേ. അടുത്ത രോഗിയുണ്ടെങ്കിൽ അവരുടെ മേലെ കൈവച്ച് എന്നിട്ട് പറ, യേശു നിനക്ക് വേണ്ടിയാണ് മുറിവേറ്റത്. കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലെന്ന് പറ, രോഗത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലെന്ന് പറ, എനിക്ക് വലിയ പ്രശ്നമാണെന്ന് പറയാൻ സമയമില്ലെന്ന് പറ, എനിക്കൊരു യേശു ഉണ്ടെന്ന് പറ, എനിക്ക് ശക്തനായ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. യേശുവേ ആരാധന. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കുന്ന കർത്താവേ. ആ വിഷയത്തിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു, എല്ലാ തകർച്ചയും ക്യാൻസൽ ചെയ്യുന്നു. അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്ന യേശുവേ, അങ്ങ് തൊട്ട് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയട്ടെ, ഒഴുകട്ടെ അങ്ങോട്ട്. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ജീവിക്കുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടത് പറയാനുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത് ഉണ്ടെങ്കിൽ എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങൾ മാത്രം പറയുക. കൂടുതൽ നിങ്ങൾ ഒത്തിരി നീണ്ടുപോകാതെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. ഇന്നലെ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് എക്സാം ആയിരുന്നു. അവൻ 85% അവൻ ഇന്നത്തെ വിഷയത്തിൽ പാസ്സാകാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അത്രയും കിട്ടിയില്ല. ഒരു സെക്കൻഡ് ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മറ്റൊരാൾ പറയരുത്. നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ സഹോദരി സാക്ഷ്യം പറയുവാണല്ലോ. നിങ്ങൾ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയാം. നിങ്ങൾക്ക് സമയമുണ്ട്. പറഞ്ഞു സഹോദരി. ബ്രദറെ, ഞാനായിരുന്നു. പറഞ്ഞു. ഇന്നലെ മോന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് മെഡിക്കലിന്റെ എക്സാം ആയിരുന്നു. ഇന്നത്തെ വിഷയത്തില് 85% അവന് പാസ്സാകാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അവന്റെ കൂട്ടുകാരിൽ പരമായ ആനന്ദ നിലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് കുറവാണ്. എന്നാലും ദൈവകൃപയാല് അവനൊരു വിഷയത്തിന് കിട്ടിയില്ലെങ്കിൽ ഒരു സെമസ്റ്റർ ബാക്ക് പോകും. മാത്രമല്ല $6,000 അടയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. എന്നാൽ ദൈവകൃപയാൽ 85% സ്വർഗത്തിലെ ദൈവം അവനെ പാസ്സാക്കി ഇന്നത്തെ വിഷയം. നന്ദി കർത്താവ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ഭാരമായിട്ടിരുന്ന വിഷയമായിരുന്നു. കർത്താവ് അതിൻ്റെ മേൽ ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ലീന എന്നാണ്, ലിനി. ഞാൻ ഒരാഴ്ചയായിട്ടാണ് ഈ പ്രയർ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്നത്. ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഓക്കെ. ഞാൻ ഇന്ന് ബ്രദർ വായിച്ച ഒരു വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഞാൻ പറയാൻ വരുന്ന എൻ്റെ ഒരു ടെസ്റ്റിമണിയാണ്. എൻ്റെ മോന് ജൂൺ 12 2 ചെവിക്കും സർജറി ചെയ്തു. അവൻ ദൈവവേല ചെയ്യുന്ന ദൈവദാസനാണ്. ഇന്നലെ സർജറി കഴിഞ്ഞിറക്കി 2 ചെവിക്കും പൂർണ്ണമായ കേൾവി ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് പെട്ടെന്ന് ലെഫ്റ്റ് ഇയർ ഒട്ടും കേൾക്കാതായി. എന്നാൽ പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഞാൻ ബ്രദറിന്റെ ഓരോ പ്രയറും ഏറ്റു പറയുമായിരുന്നു. യേശുവിന്റെ തിരുമുറിവ് എൻ്റെ കുഞ്ഞിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് കാരണമാണ്. ഓരോ ദൈവവചനവും ഏറ്റു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ജോലിയിലെ മുട്ടുകുത്തി വാക്യങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങി. ഇന്ന് രാവിലെ മോൻ വിളിച്ചപ്പം പറഞ്ഞു 2 ചെവി ഒരുപോലെ കേൾക്കാം. ദൈവനാമം ഉയരാൻ വേണ്ടി ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ വലിയ മിറക്കിൾ ഞാൻ കണ്ടു. എൻ്റെ ദൈവം ഉന്നതൻ, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇന്ന് ഞാനത് പറയാൻ വേണ്ടി ഈ സമയം എടുത്തതാണ്. പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഞാനിത് ഒരാഴ്ചയായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. വചനം ഏറ്റു പറയുന്നു. ആമേൻ. ആമേൻ. നന്ദി കർത്താവ്. വലിയൊരു സാക്ഷ്യം തന്നെയാണ് നിങ്ങൾ കേട്ടതുപോലെ തന്നെ. കർത്താവ് ആ ചെവി നിങ്ങൾ കേട്ടല്ലോ, സാക്ഷ്യം അടഞ്ഞു പോയതാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ 2 ചെവി, ഒരു ചെവിക്ക് അത് കേൾക്കാൻ പറ്റാതെ വന്നു. പക്ഷേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ആ വചനത്തിൻ്റെ ശക്തിയാൽ ആ ചെവി ദൈവം തുറന്നു, സൗഖ്യമാക്കി. അത്ഭുതത്തിന് നന്ദി. ഇനിയും ശക്തമായിട്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഉപയോഗിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. എൻ്റെ പേര് ശ്രീലത. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഞാന് ഇത് എൻ്റെ ഒരു ആന്റിയാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അപ്പൊ ഇതിൽ കയറി നോക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് പറ്റാതെ. പക്ഷെ ഞാൻ ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ കുറച്ച് പ്രയാസത്തിന്റെ മധ്യത്തിലൂടെയാണ് കടന്നു പോയത്. പക്ഷെ ഇന്ന് കേട്ട പാസ്റ്റർ പറഞ്ഞ ആ വചനപ്രകാരമുള്ള എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിലും ദൈവം ആ ഹൃദയഭാരത്തെ മാറ്റാനിടയെ. കാരണം എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. ഇപ്പോ താമസിക്കുന്ന വീട് മാറണമെന്ന് പറഞ്ഞ് ഇതുവരെയും വീടൊന്നും ശരിയായിട്ടില്ല. അതിന്റെ മധ്യത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഇപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതിൽ 2-3 ദിവസം കൊണ്ട് കയറാൻ പറ്റുന്നില്ല. എനിക്കൊരു ഭയങ്കര പ്രയാസമായിപ്പോയി. അപ്പൊ ഞാനിന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് കേൾക്കുകയും വേണമെന്ന് പറഞ്ഞ് കയറി. പെട്ടെന്ന് എനിക്ക് ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നു. അതുപോലെ ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ഹൃദയഭാരം കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വചനം വായിക്കുന്നുണ്ട്. ഈ വചനം എൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നില്ല. വല്ലാത്ത ഭാരത്തോടെ പ്രയാസത്തോടെ പോയി. പക്ഷെ ശരിക്കും എന്നെ ഇത് കേട്ടോണ്ടിരിക്കവേ തന്നെ എൻ്റെ ഹൃദയഭാരം നീങ്ങിപ്പോയതായിട്ടുള്ള ഒരു അനുഭവം ദൈവകൃപയിൽ എനിക്ക് അനുഭവിച്ചറിയാൻ ദൈവം എന്നെ സഹായിച്ചു.
ഇത് കേൾക്കുവാനും അതോടൊപ്പം സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം ബ്രദറിലൂടെ ഇത് എന്നോട് സംസാരിക്കാൻ ഇടയാക്കി ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു വിഷയം എന്ന് പറയുന്നത് ഇതുവരെയും ഒരു സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിട്ടില്ല. ആശ്രയിക്കാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. വചനം പറയും പോലെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിച്ച് ലജ്ജിച്ചു പോകാൻ ഇടയാകില്ലെന്ന് എന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സിസ്റ്ററെ, തീർച്ചയായിട്ടും സിസ്റ്ററെ, പ്രാർത്ഥനാ വിഷയം സിസ്റ്റർ വാട്സാപ്പിൽ അയച്ചാൽ മതി. എന്തായാലും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യമാണ്. ആ ഭാരം വിട്ടൊഴിഞ്ഞു. ഞാൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാട്സാപ്പിലേക്ക് അയക്കുക. എന്തായാലും കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സിൻ്റെ അകത്ത് ഭാരങ്ങൾ വിട്ടൊഴിഞ്ഞു. കർത്താവ് വലിയൊരു സമാധാനം കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഭാരം ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ലോകത്തിൽ നിന്നും പിശാച് നമ്മളിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നതാണ്. പക്ഷേ അതിനെ അപ്പം തന്നെ ബ്രേക്ക് ചെയ്തോണം, അതിനെ അനുവദിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു എനിക്ക് ഓഡിയോ ക്ലിയർ അല്ലല്ലോ. പറഞ്ഞു. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു പറയാട്ടോ. പറഞ്ഞു. ഞാൻ സാമ്പത്തികമായിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം 1-ാം തീയതി മുതൽ ചില ദിവസത്തേക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ 1-ാം ദിവസം തന്നെയാണ് ഇന്നലെ ബ്രദർ ആ ഒരു വിഷയമെടുത്ത് ഇന്നലെ സംസാരിക്കാൻ ഇടയായത്. അങ്ങനെയാണ് ആ വചനം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് കർത്താവ് ഇടപെട്ടത്. ദാസൻ പറഞ്ഞ, അതായത് അവിടുന്ന് ബ്രദർ പറഞ്ഞ എല്ലാ വചനങ്ങളും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു വചനം കൂടി കർത്താവ് എന്നോട് എനിക്ക് ചേർത്ത് തന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 27-ാം വാക്യം. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല. ആ വചനം എന്നോട് ഇടപെടുവാനിടയായി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെവരും അനുഗ്രഹിക്കുമാറാട്ടെ കൂട്ടായ്മയെ. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആ ദിവസം തന്നെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വചനം കേൾക്കാൻ ഇടയായിത്തീർന്നു. ദൈവം ആ വചനത്തിലൂടെ മറ്റൊരു വചനത്തിലൂടെ ഇടപെടാൻ ഇടയായിത്തീർന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതകരമായ വാതിൽ തുറക്കുവാൻ ഇടയായിത്തീരും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? പറഞ്ഞു. ഒരാഴ്ചയായിട്ട് ഇതിൽ കയറുന്നുണ്ട്. പാസ്റ്ററിന്റെ വചനങ്ങളൊക്കെ വലിയ സന്തോഷമാണ്. ഇന്നത്തെ വചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, നന്നായി പ്രാർത്ഥിക്കുന്നതാണ്. രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. മോന് കുവൈറ്റിൽ വിസ ലഭിച്ചു. കർത്താവ് വിസ തന്നു. കുവൈറ്റ് മിനിസ്ട്രിയില് പതോളജിസ്റ്റ് MD ഇന്റർവ്യൂ പാസ്സായി. ഇപ്പോൾ ഇന്റർവ്യൂ പാസ്സായി 30 ദിവസത്തോളമായി. അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കർത്താവ്, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ ദുർക്കിരങ്ങളിൽ പൈതലിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് വാതിൽ തുറക്കും. ആ വഴി തുറന്ന ദൈവം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് കർത്താവ് ചെയ്യും. അത് വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ, എനിക്ക് കുറച്ച് നേരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സിസ്റ്റർക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്. കുറേ നേരമായി സിസ്റ്റർക്ക് മ്യൂട്ട് മാറ്റി പറയാൻ നോക്കുന്നുണ്ട്. പക്ഷേ സിസ്റ്റർ ഇപ്പം കേൾക്കാവോ സിസ്റ്ററെ? പ്രിയ സിസ്റ്ററെ, ഹലോ. പറഞ്ഞു. ഇപ്പം കേൾക്കാം. എന്തോ? എന്റെ പേര് സോളി എന്നാണേ. ഞാൻ ജൂൺ മാസം 19-ാം തീയതിയാണ് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ബ്രദറിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന റെസ്റ്റിലായിരുന്നേ. അപ്പൊ ഞാൻ ഇത് കണ്ട് ആ യൂട്യൂബിൽ കയറി കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ഒരു ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ തോന്നി. ഇതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കഴിഞ്ഞു പോയ മെസ്സേജ് എല്ലാം കേട്ടോണ്ടിരുന്നു. അങ്ങനെ എനിക്ക് സൂമിൽ കയറാൻ പറ്റി കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ പേര് സഹിതം വിളിച്ചു പറഞ്ഞു സോളീന്ന്. എന്റെ പേരാ സോളീന്ന്. അപ്പൊ ഇന്ന് അത് കേട്ടോണ്ടിരുന്ന സമയം എനിക്ക് സിസ്റ്റർ ഇട്ടേക്കുന്നത് പേര് വേറെയാണല്ലോ ഇതിനകത്ത്. റോസിലി ജോസഫ് വാട്സാപ്പ് ഇട്ടേക്കുന്ന അങ്ങനെയാ സിസ്റ്റർ. സിസ്റ്ററുടെ പേര് സോളി എന്നാണ്.
സോളീന. അപ്പൊ ഇന്ന് ഓക്കെ. വൈകുന്നേരം ചെറിയൊരു വിഷയം ഉണ്ടായി. എന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് കലങ്ങി ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. അങ്ങനെ ഒരു പല പ്രാർത്ഥന ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ ബ്രദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്നോട് പറഞ്ഞതായിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി. കർത്താവ് അത്ഭുതം ചെയ്തു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ബ്രദറെ പറഞ്ഞത്. സോളി യാത്ര ചെയ്യുന്ന എനിക്ക് ഇവിടുന്ന് മാറണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നേ. തീർച്ചയായിട്ടും സിസ്റ്ററെ, അതെന്താന്ന് കർത്താവ് എനിക്ക് ഇടപെട്ടതാണ്. കർത്താവ് ആ കാര്യത്തെ ദൈവം തൊടാൻ പോവാണ്. വലിയൊരു വഴി ദൈവം തുറക്കാൻ. എനിക്ക് സിസ്റ്റർ നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾ സിസ്റ്റർ റോസ്ലി എന്നുള്ള പേരിലാണ് സിസ്റ്റർ കയറിയേക്കുന്നത് തന്നെ. പക്ഷേ സിസ്റ്ററുടെ പേര് സോളി എന്നാണ്. ദൈവാത്മാവ് വെളിപ്പെടുത്തി സോളിയെ ദൈവം സ്പർശിക്കുക എന്നുള്ളത്. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അഭിഷേകത്തെ നമ്മളിപ്പോൾ സിസ്റ്റർ വേറെ പേരിലാണ് കയറിയേക്കുന്നെങ്കിൽ പോലും ആ ശരിക്കുമുള്ള പേര് കർത്താവ് വെളിപ്പെടുകയാണെങ്കിൽ കർത്താവ് റോസ്ലി എന്ന് വെളിപ്പെടുത്തായിരുന്നു. പക്ഷേ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി പ്രിയമകളെ തൊട്ട് സിസ്റ്ററെ വലിയൊരു ഭാരത്തെ കർത്താവ് മാറ്റി. ആ കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ധൈര്യത്തോടെ അത് മുറുക്കെ പിടിച്ചോണം, കൂട്ടായ്മ ആചരിച്ചോണം. കർത്താവ് വാതിൽ തുറക്കാൻ വേണ്ടി പോവുക കേട്ടോ. ബ്രദറെ, ഞാൻ ഇത് വേറെ ഒരാൾക്കും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ സിസ്റ്റർ, മെസ്സേജ് റിപ്ലൈ എനിക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് താമസം വരും അതിൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അയക്കുന്നതോട് ഞാൻ പറയുന്നു, മെസ്സേജിന് റിപ്ലൈ വന്നില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ മനഃപൂർവ്വം താമസിപ്പിക്കുന്നതല്ല. എന്നാലും സിസ്റ്റർ അവരോട് പറയണം, ആർക്ക് മെസ്സേജ് കൊടുത്താലും പറയണം റിപ്ലൈ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രദർ നോക്കി വരുന്നുള്ളൂ എല്ലാവരുടെയും. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. സമാധാനത്തോടെ ഇരിക്കുക, കർത്താവ് കൂടെയുണ്ട് കേട്ടോ. ആമേൻ. പറഞ്ഞു പ്രിയ സിസ്റ്റർ പറഞ്ഞു. കുറച്ചു നേരം പ്രിയ സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയക്കുന്നു. പ്രിയ സിസ്റ്റർ കേൾക്കാവോ? സിസ്റ്ററെ പറഞ്ഞ് ഞാൻ കേൾക്കത്തില്ല സിസ്റ്ററെ. ഹലോ ബ്രദറെ, പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം ചെയ്യും. ആ സാക്ഷി പറഞ്ഞു. ഹലോ, ഞാന് അതായത് എനിക്കിപ്പം ബ്രദറിന്റെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഇത് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം. കാരണം എൻ്റെ മോന്റെ വിവാഹവുമായിട്ട് സംബന്ധിച്ച് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ അവൻ്റെതായ കുറെ ശരികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇച്ചിരി പ്രതിബന്ധങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ഇഷ്ടം വലിയ കുഴപ്പമില്ല, എന്നാലും ചില കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അപ്പൊ ഒരിക്കലും ഞങ്ങൾക്ക് അത് നടക്കണോ വേണ്ടായോ എന്ന് ഒത്തിരി ഈ പറഞ്ഞ കണക്കങ്ങ് മനസ്സ് കലങ്ങി വിഷമിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്ത. ഞാനാണ് നല്ലതുപോലെ വേദോസ്തം വായിക്കുന്ന കൂട്ടത്തിലുമാണ്. പക്ഷെ എനിക്ക് എന്തുവാ ചെയ്തതെന്ന് എനിക്കിപ്പോഴും എനിക്ക് അത്ര ലെവൽ അതുപോലെ തലയ്ക്ക് ഭ്രാന്ത് പോലെ ആയി. ഇപ്പൊ ഞാൻ ഓർക്കും, അന്ന് എനിക്ക് മെസ്സേജ് കേട്ടെങ്കിൽ കുറെ കൂടെ കുറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റിയേനെയായിരുന്നു. എന്തായാലും ഇപ്പോഴും പോകുന്നു. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ അതൊരു വിഷമം പോലെ ഇങ്ങനെ വരും. ഇടയ്ക്ക് നമ്മൾ വിചാരിച്ച പോണക്ക് കൊച്ചിനെ ഒന്നും ആക്കാൻ പറ്റിയില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, എന്നാലും എവിടേക്കോ ഒരു പാവപ്പിഴ പോലെ. പിന്നെ ദൈവം അത് ശരിയാക്കും എന്നുള്ള ഇതില് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇപ്പോഴും ചെറിയൊരു വിഷമം പോലെ ഉണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ കേൾക്കുന്ന അന്ന് എനിക്കിത് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഇപ്പോഴെങ്കിലും. തീർച്ചയായിട്ടും കർത്താവ് വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ നഷ്ടങ്ങളെ ഓർത്തിന് തിരിഞ്ഞു നോക്കേണ്ട, പിമ്പിലുള്ളതിനെ മറക്കുക, മുമ്പിലെ ലാക്കിലേക്ക് അങ്ങ് ഓടുക, മുന്നോട്ട് കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെടുക. ഇനിയും ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ ശക്തനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ പേര് ഷീല എന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബ്രദർ, ഞാൻ ജൂൺ 15 മുതലാണ് ബ്രദറിന്റെ സൂമില് പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രദറിന്റെ വചനം തുടങ്ങിയ സമയത്ത് മകനാണ് ബാംഗ്ലൂരാണ്. അപ്പൊ അവൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, മോനെ എന്തെങ്കിലും നിനക്ക് പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ശരി എന്നാ നീ വെക്ക്, അമ്മ പ്രാർത്ഥന എന്ന് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ വെക്ക്, എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയ്ക്കകത്ത് കയറുമ്പോ എനിക്കതിന് സമാധാനം കിട്ടുമെന്ന് എന്റെ മനസ്സുകൊണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പാട്ടിന്റെ സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും, ഈ വേദനകളൊന്നും എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. യേശുവിന്റെ തിരുരക്തത്താൽ സ്റ്റാലിയെ രക്ഷപ്പെടുത്തണമേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവനൊന്ന് വിളിച്ചു. അവനും പറഞ്ഞ, അമ്മ ഇല്ല, 15,000 രൂപ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ചോദിക്കുന്നില്ല, മോനെ നിനക്ക് വരാൻ പറ്റും, അങ്ങനെ ഒന്നും എന്റെ മനസ്സിൽ വരുന്നില്ല. അപ്പൊ ഇന്നത്തെ വചനത്തിലൂടെ ബ്രദർ പറഞ്ഞതുപോലെ ഒരു ഭാരപ്പെടേണ്ട, എനിക്ക് എന്റെ മനസ്സിൽ ഒരു ഭാരമില്ല. ശരിക്കും പറഞ്ഞ ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ സാധാരണ ഗതിയിൽ ഞാൻ അങ്ങ് തളർന്നു പോകുന്നതാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഒന്നും തോന്നിയില്ല. ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞ, അമ്മ 15,000 രൂപയാകും. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, നീ അവിടെ വെച്ച് സെറ്റിൽ ചെയ്യും. ഞാൻ വീണ്ടും ഈ പ്രയറിനകത്ത് കയറി. അപ്പം ഇവൻ ബാംഗ്ലൂർ പോയത് തന്നെ ഒരു ചെറിയ ഇഷ്യൂ പ്രശ്നമൊക്കെ ആയിട്ടാണ് പോയത്. അതിന്റെ അകത്ത് ഞാൻ ഭയങ്കര വേദനയോടെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് അവൻ മാറി വരും, ആ വേദന എനിക്ക്
നന്മയായി തീരുമെന്നുള്ള ബ്രദറിന്റെ എനിക്ക് ഭയങ്കര ആവേശമാണ്. സമയമാകാൻ വേണ്ടി വൈകുന്നേരം ഇത് ബ്രദറിന്റെ കൂട്ടായ്മ കയറി എനിക്കൊരു മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം അത്രയ്ക്ക് വേദനയുണ്ട് മനസ്സിൽ. കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടുതലായിട്ടുണ്ട്, കടബാധ്യതയുണ്ട്. അതൊന്നും എന്നെ അല്ല, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയൊക്കെയാണ്. പക്ഷെ ഇന്ന് ബ്രദറിന്റെ ആ വചനം കേട്ടപ്പം എനിക്ക് എന്റെ മനസ്സിൽ വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് എന്തോ ഒരു വലിയ ആശ്വാസം പോലെ തോന്നി. ഇന്ന് എനിക്ക് ദൈവം ചെയ്ത വലിയൊരു ഉപകാരമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത വലിയ സമാധാനത്തിന് കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു പ്രശ്നം വരുമ്പോൾ ആ ഭാരം നമ്മളിലേക്ക് ദൈവം തരുന്നതല്ല, ലോകം തരുന്നതാണ്. പക്ഷെ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെ ആ ഭാരം ഭരിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രിയ സൗരി പറഞ്ഞ പോലെ അത്രയും വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് പോലും അത് ഭാരം തോന്നുന്നില്ല. അതിൻ്റെ കാരണം കർത്താവാണ് കൂടെ ഉള്ളതെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. കർത്താവ് കൊടുത്ത വലിയ സമാധാനത്തിനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ. കേൾക്കുന്നില്ല, ക്ലിയർ ആയില്ല. എന്റെ പേര് ഷിജി അലക്സ് ആണ്. കേൾക്കാമോ? പറഞ്ഞോ പറഞ്ഞോ ഹലോ, എന്റെ പേര് ഷിജി അലക്സ് എന്നാണ്. പാസ്റ്ററെ, എനിക്ക് 25 വർഷമായിട്ട് എന്റെ 2 കൈക്കും നീര് വരുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വേദന, നമുക്ക് മരണവേദനയാണ്. വേദന വരുമ്പോഴും നമ്മള് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് ഓടും, ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടും, അത്രയ്ക്ക് വേദനയാണ്. അപ്പൊ നമ്മൾ ടാബ്ലറ്റ് എടുത്താലും 2 മണിക്കൂർ കഴിഞ്ഞ് എഫക്റ്റ് ആവത്തുള്ളൂ. പല ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഞങ്ങൾ മുടക്കി, എന്നിട്ടൊന്നും കുറഞ്ഞില്ല. അവസാനം പെയിൻ കില്ലർ കൊണ്ട് നിൽക്കുമായിരുന്നു. അവസാനം ഞാൻ ഇങ്ങനെ യൂട്യൂബില് പാസ്റ്ററുടെ മെസ്സേജ് ഇങ്ങനെ കേട്ടു. ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഒരു 3-4 പ്രാവശ്യം ദിവസം പറഞ്ഞപ്പോഴത്തന്നെ എൻ്റെ രോഗം ഇപ്പം വിട്ടുമാറി. ഇപ്പം എനിക്ക് രോഗമില്ല. ദൈവനാമം മാറ്റപ്പെടട്ടെ. അതൊന്ന് പറയാനും വേണ്ടിയാണ്. 25 വർഷമായിട്ടുള്ള രോഗം. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു. 25 വർഷമാണ്. ആലോചിച്ച് നോക്കി, 25 വർഷമായിട്ടുള്ള രോഗമായിരുന്നു. 99 തുടങ്ങിയതാ. 99 ഒയ്യോ, 99 തുടങ്ങി 25 വർഷമായിട്ടുള്ള രോഗമായിരുന്നു. അത് ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് ഓടുന്നിരുന്നു. ആലോചിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാവോ അങ്ങനത്തെ ഒരു രോഗാവസ്ഥ 25 വർഷമായിട്ട് അനുഭവിക്കുക. 97 അത്രയും നാളുകളായിട്ട് ചുമന്ന രോഗത്തെ വചനം എങ്ങനെയാണോ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടെന്നുള്ളത് കേട്ട് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. സിസ്റ്റർ പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ, എത്രയും വർഷം തഴക്കം ചെന്ന രോഗത്തെ യേശു തൊട്ടു കർത്താവ് സൗഖ്യമാക്കി. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സെക്കൻഡ്, എനിക്ക് ക്ലിയർ ആകുന്നില്ല. ഒരു സെക്കൻഡ്, എനിക്ക് ഓഡിയോ ക്ലിയർ ആകുന്നില്ല. റേഞ്ച് കട്ടാകുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ പറയാനുള്ള ആൾക്കാർ ജസ്റ്റ് ആ കൈ ഒന്ന് സിസ്റ്ററെ ക്ലിയർ ആയില്ല. എനിക്ക് നെറ്റ്വർക്ക് ക്ലിയർ ആകുന്നില്ല സിസ്റ്റർ. എനിക്ക് മുറിഞ്ഞു പോവാ പറയുന്നത്. ക്ലിയർ ആകുന്നില്ല, സൗണ്ട് ക്ലിയർ ആകുന്നില്ല. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ്. പറഞ്ഞോ. ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം. ഒരു സെക്കൻഡ് നിങ്ങളെല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെല്ലാവരും ഇപ്പം മ്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്ററെ ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ആ മറ്റേ റൈസ് ഹാൻഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക്, ആരാണോ അടുത്ത് പറയാനുള്ളത് ആ പറയാനുള്ള ആളൊന്ന് കൈ ഒന്ന് അവിടെ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ മ്യൂട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ പറയാൻ പറ്റുന്നത് ഞാൻ അവരുടെ മ്യൂട്ട് മാറ്റാം. അങ്ങനെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റുമ്പം പറയാൻ വരുന്നവർക്ക് ക്ലിയർ ആകാതെ വരും, നെറ്റ്വർക്ക് ജാം ആവും, നമുക്ക് സംസാരിക്കുന്നത് ക്ലിയർ അല്ലാതെ വരും. അതുകൊണ്ട് അടുത്ത ആരാണോ പറയാനുള്ളത് അയാളെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോൾ ഓക്കെ. ഇപ്പം ഞാനൊരു കൈ കാണുന്നുണ്ട്. ഐപാഡിൽ നിന്ന് ഞാൻ കാണുന്നില്ല. സൗകര്യ സാക്ഷ്യം പറയാനാണ് ഐപാഡിൽ നിന്ന് ഞാൻ കാണുന്നത്. സാക്ഷ്യമാണെങ്കിൽ ഒന്ന് അതിനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോ. സാക്ഷ്യം പറഞ്ഞു. ഒരു മിനിറ്റ് ഇപ്പം ആരും കൈ വെക്കല്. അടുത്തത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വെച്ചോ, ഞാൻ എപ്പോഴേക്കും ഓപ്പൺ ചെയ്ത് കുഴപ്പമില്ല.
പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ അന്ന് 2 ദിവസം മുമ്പേ യൂട്യൂബിൽ ഞാൻ കേട്ടായിരുന്നു. സൂമിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. അതിൽ എൻ്റെ ബ്രദറിൻ്റെ പേര് വിളിച്ചായിരുന്നു, ആൽഫീന്ന്. അപ്പോൾ ഞാൻ അത് വീണ്ടും ഇന്നലെ കേട്ടിയപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു ദൈവം അവനെ തൊടാൻ പോവാന്ന്. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് പ്രാർത്ഥിച്ചോണം, ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ദൈവം സ്പർശിക്കുമ്പോൾ ആള് മാറിയവനെ പോലെ ആവും കേട്ടോ. ആള് മാറിയവനെ പോലെ ആവും. ഓക്കെ, ഓക്കെ, തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കേട്ടോ. മ്യൂട്ട് ചെയ്തോ. മോനി സിസ്റ്റർ പറഞ്ഞു, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞു. ഓക്കെ, എനിക്കൊണ്ട് സിസ്റ്ററുടെ മ്യൂട്ട് മാറ്റി. അടുത്ത ആളുടെ മാറ്റമുണ്ട്, ഞാൻ ശ്രീലത എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. പറയാൻ വേണ്ടിയാണോ? ഒരു കാര്യം നിങ്ങൾ ചെയ്യാവോ? ഞാനിപ്പം എനിക്ക് വന്ന ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് രോഗസൗഖ്യം ലഭിച്ച ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം പറയുക. രണ്ടാമത് ഇപ്പം നിങ്ങൾ മിക്സായിട്ട് പറയുമ്പോഴാണ് പലപ്പോഴും ഇതായിട്ട് വരുന്നത്. അങ്ങനെ ആദ്യം പറഞ്ഞു പോകാം, നമുക്കൊരു ഓർഡറിലോട്ട് പോകാൻ പറ്റും. ഇപ്പം ഞാൻ ആ സഹോദരൻ്റെ മ്യൂട്ട് മാറ്റിയവരുണ്ടെങ്കിൽ ഇപ്പം മ്യൂട്ട് മാറ്റാം. എനിക്ക് വന്ന് രണ്ടും നടക്കുന്നു തോന്നുന്നില്ല. ഈ സമയത്ത് പറയാനുള്ള ആരെങ്കിലും ഉണ്ട്, പറഞ്ഞു. ഒരാളും പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു. റീന സാബു പറഞ്ഞു, പറയാൻ വേണ്ടിയാണോ? ഓക്കെ, എന്തോ പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് റീന എന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. ബീന സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഈ പ്രയർ കയറിയത്. എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ഭയങ്കര വിഷമോ. ഇപ്പം കേട്ട വചനത്തിൽ കൂടി എനിക്കൊരു പ്രത്യാശ തന്നു. മക്കള് നല്ല നിലയിൽ എത്തുന്ന ഉള്ള വിശ്വാസം. പിന്നെ ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങി പോകാൻ ഒരു എന്തോ ഒരു ഭയമായിരുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, ദൈവമേ എന്ന് വിളിച്ചോണ്ട് അങ്ങ് യാത്ര ചെയ്യ. അങ്ങനെ ഞാൻ ഇന്ന് പോയി എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ പേയ്മെന്റ് ദൈവം എനിക്ക് തന്നെ ശക്തീകരിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത ആ ഒരു ആശ്വാസനം പ്രിയ വീണ സഹോദരി ബലം കൊടുത്തല്ലോ. വചനത്താൽ പറഞ്ഞും പ്രാർത്ഥിച്ചും ബലം കൊടുത്തല്ലോ. പ്രിയമാക്കത് വിശ്വാസമായും അനുഗ്രഹമായും മാറിയെന്ന് നന്ദി പറയുന്നു. കർത്താവ് കൊടുത്ത ആ സമാധാനത്തിനും ബലത്തിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. ഞാന് ഒരു 2 ആഴ്ച കൊണ്ടാണ് സൂം മീറ്റിങ്ങിൽ കയറിയത്. നേരത്തെ യൂട്യൂബിലാണ് കണ്ടോണ്ടിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊരു കടഭാരം മാറിയൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സ് വളരെ ഭാരപ്പെട്ട ഒരവസ്ഥയിലാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അങ്ങനെ ആ ഒരു വിഷമം മാറാത്ത ഒരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണിത് ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ കയറിയതും ഈ വചനത്തിലൂടെ ഞാൻ ബലപ്പെട്ടത്. പക്ഷെ എന്നാൽ എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പടപടാ ഇടിക്കും. ഭയങ്കര ഒരു പ്രാളം, ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ കേട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. അത് കേട്ട് എനിക്കിപ്പോൾ നല്ല ആ ഒരു ഇത് മാറി, ഞാൻ നല്ല ഇതായി. എനിക്ക് മനസ്സിന് നല്ല ഇപ്പോൾ ഒരു ബലവും ധൈര്യവും ഉണ്ട്. പക്ഷെ 2 ദിവസത്തിന് മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു ബൈബിൾ തുറന്നൊരു വചനം വായിച്ചപ്പോ ഈ സദൃശവാക്യം 22-ന്റെ 19-ാം വാക്യം, നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ നിന്നോട് തന്നെ ഉപദേശിക്കുന്നു എന്നൊരു വചനം എനിക്ക് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ ശരിക്കും അങ്ങ് ബലപ്പെട്ട് എനിക്ക് ഭയങ്കര ധൈര്യവും ബലവും കിട്ടി ആ വചനം കേട്ടപ്പോൾ. പിന്നെ ഈ വചനം കേട്ട് ഞാൻ ഈ യൂട്യൂബിലെ വചനം കേട്ട് ശരിക്കും ഞാൻ ഇപ്പൊ ബലപ്പെട്ട് എൻ്റെ മക്കളെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. എനിക്ക് എൻ്റെ ദൈവം എന്നെ ഒരു അനുഗ്രഹിക്കും, ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളൊരു നല്ല ബലവും ധൈര്യവും എനിക്കുണ്ട്. ദൈവം എൻ്റെ തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് വലിയ ഭാരം ഉണ്ടായിരുന്നു. കർത്താവ് അതെല്ലാം ഞാൻ പറഞ്ഞു, വചനം കേൾക്കുമ്പോൾ ഭാരം മാറും, സമാധാനം വരും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. തീർച്ചയായിട്ടും ഇനിയും കർത്താവിൽ ബലപ്പെടുക, വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ.
ആമേൻ. പ്രിയ സിസ്റ്ററെ ഒരു കാര്യം ചെയ്യാം. പ്രിയ സിസ്റ്റർ, എനിക്ക് ആ മെസ്സേജ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. പ്രിയ സിസ്റ്റർ ഒരു കാര്യം ചെയ്യാവോ, വേഗത്തിൽ എനിക്ക് വാട്സാപ്പിൽ എനിക്കൊരു ഓഡിയോ അയക്കാവോ, പെട്ടെന്നൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്നും ഓഡിയോ അയക്കാം. എനിക്ക് ക്ലിയർ ആകുന്നില്ല, സിസ്റ്റർ പറഞ്ഞതും ക്ലിയർ ആകുന്നില്ല, നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലമാണ്. എനിക്ക് വേഗത്തിലൊന്ന് വാട്സാപ്പിലൊന്ന് ഓഡിയോ അയക്കാവോ, ഞാനിപ്പോൾ അത് കേൾപ്പിക്കാവേ. പെട്ടെന്ന് അയച്ചോ, ഇപ്പം തന്നെ ഞാൻ ഓപ്പൺ ചെയ്തോളാം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, നിങ്ങൾ നേരത്തെ ഓമന എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞില്ലേ? അതെ സിസ്റ്ററെ, ആരായിരുന്നത്? അത് എൻ്റെ അമ്മയായിരുന്നു. ആ കേട്ട അടയാളങ്ങളൊക്കെ സിസ്റ്റർ കേട്ടായിരുന്നോ? ഓമനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നോ? ശരിക്കും എനിക്ക് വ്യക്തമായില്ല. ഓമനയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ആലോചന എന്താ കർത്താവ് പെട്ടത്? എനിക്ക് തോന്നുന്നത് ഓമനയുടെ കുടുംബത്തെയും എന്തോ ഒരു വിഷയം കർത്താവ് ഇടപെട്ടായിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട്. ഓമനയുടെ മകളാണ് ഞാൻ. അവർക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വ്യക്തമായില്ല. ഓക്കെ, ആ മകളെ കർത്താവ് ആ കുടുംബ ഓക്കെ ഓക്കെ 7 വർഷമായിട്ട് തടഞ്ഞു വർഷമായി എന്തോ ഒരു പ്രശ്നം. ഓക്കെ, 7 വർഷമായിട്ട് ചലിക്കാതെ ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്ന മകളുമായിട്ടുള്ള വിഷയത്തെ, ഓമനയുടെ മോളുമായിട്ടുള്ള 7 വർഷമായിട്ട് ഒരു വിഷയത്തെ, കുടുംബത്തിൻ്റെ അകത്ത് നിൽക്കുന്ന വിഷയത്തെ കർത്താവ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മാറ്റുന്നു എന്നാണ് കർത്താവ് പറഞ്ഞ സിസ്റ്ററെ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്ന 7 വർഷമായിട്ട്, തുടർച്ചയായിട്ടുള്ള 7 വർഷമായിട്ട് മാറാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ബ്രദറെ, മോന്റെ കാര്യത്തിലാണ് ഓമന എന്ന്. ആമേൻ. അത് ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് മോന്റെ കല്യാണം. ആമേൻ. അത് ഏറ്റെടുത്തു കർത്താവ് എല്ലാം അറിയുന്നു കേട്ടോ. 7 വർഷമായിട്ടുള്ള പ്രോബ്ലം അല്ലേ, അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം കർത്താവ്. ആമേൻ. അതൊരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പം സിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഞാൻ ആലോചനയെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ ആലോചന നിങ്ങളുടെ കുടുംബത്തിലേക്ക് അത് വരും. ആ 7 വർഷമായി ബ്ലോക്കായി നിന്ന മകൻ്റെ വിഷയത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അങ്ങ് ഏറ്റെടുത്ത്, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ഏറ്റെടുത്തോണം. അത് ഈ വരുന്ന ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യമായിട്ട്, അത് ഒരു തടസ്സം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കും അതെന്തോ ഒരു കാരണം, പക്ഷേ അതൊരു തടസ്സമായിരുന്നു. കർത്താവ് അത് തൊട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക കേട്ടോ. ബ്രദർ, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ പറഞ്ഞ് ഇതൊക്കെ യൂട്യൂബിലെ ലിങ്ക് ഞാൻ അവനെ അയച്ചു കൊടുക്കും. അവനത് കേൾക്കലുണ്ട്. ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. അതായിക്കോട്ടെ സിസ്റ്റർ, ഒരു കുഴപ്പമില്ല. കർത്താവിനെ നമ്മൾ കേൾക്കുക. അല്ല, അങ്ങനെയല്ല, കുറച്ചായിട്ടേ ഉള്ളൂ ഇതിലേക്ക് വന്നിട്ട്. പക്ഷെ യേശുവിൽ ഇപ്പൊ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളെ ഒരു നീറ്റിന്റെ കാര്യം, എക്സാമിന്റെ കഴിഞ്ഞ 3 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചതാണോ അതോ സാക്ഷ്യം പറഞ്ഞാണോ? ഞാൻ വാട്സപ്പിൽ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ അത് നോക്കിയിട്ടില്ല. അത് 2 ആഴ്ച എങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കൂടെ ഞാൻ പറയുകയാണ്. ചില ആൾക്കാർ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വാട്സാപ്പിൽ എടുത്തെടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഇന്നും കൂടെ രാവിലെ ഓർപ്പിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ ഇന്ന് തന്നെ ഞാൻ കുറേ പേരുടെ വാട്സാപ്പ് പ്രയർ നോക്കി. അല്ല, ഞാൻ അതല്ല, മൊത്തത്തിൽ പറയുകയാണ്, എല്ലാവരും കൂടെ പറയുകയാണ്. ഇഷ്ടംപോലെ പ്രയർ എടുക്കുമ്പോൾ ഞാൻ കുറേ ഇന്നും നോക്കി, ഇന്നലെയൊക്കെ ഞാൻ മറുപടി എടുത്ത. പക്ഷേ എനിക്ക് എൻ്റെ ഒരു മാനസിക ബുദ്ധിയിൽ താങ്ങുന്നതിലും അപ്പുറമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയം. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പം മറുപടി കിട്ടാതെ വരുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു സങ്കടം വരും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് ബ്രദറിന് അതെല്ലാം ഒന്ന് നിയന്ത്രിക്കുവാനുള്ള കൃപ കർത്താവ് ഈ ദിവസങ്ങളിൽ കൊടുക്കണം. അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും ഇത് കണക്റ്റഡ് ആകുന്ന ഒരു വഴിയാണ്. ചിലപ്പോൾ ഞാൻ ഈ മെസ്സേജ് കാണുന്നത്, ചിലപ്പോൾ ചിലർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ട് 1 മാസം കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ കിട്ടിയെന്ന് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് എവിടെയാണ് ഏറ്റവും താഴെ. ചിലപ്പോൾ ചിലർ ബന്ധിക്കും, ബ്രദറെ കഴിഞ്ഞ ദിവസം ഒരാൾ പരാതി പറഞ്ഞു, കഴിഞ്ഞ ദിവസം അയച്ച സഹോദരികളുടെ മറുപടി പെട്ടെന്ന്, സഹോദരൻ്റെ മറുപടി പെട്ടെന്ന് കിട്ടിയല്ലോ. അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ ഫോൺ എടുക്കുന്ന സമയത്ത് ആദ്യം വരെ ചിലപ്പോൾ ആ മെസ്സേജ് ആയിരിക്കും. അല്ലെങ്കിൽ ആ മെസ്സേജ് എനിക്കിപ്പോൾ ഏറ്റവും താഴെ നോക്കാൻ പറ്റത്തില്ല. ഞാനപ്പം എവിടെയാണ് നമ്മൾ ഓപ്ഷൻ ഉണ്ടല്ലോ, അൺറീഡഡ് എന്നുള്ള മെസ്സേജ് ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ആദ്യം കാണുന്ന മെസ്സേജ് പോലെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചിലപ്പം അയക്കുന്ന കറക്റ്റ് നമ്പറായിരിക്കും വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു പോകുന്നതാണ്. അങ്ങനെയും ചിലർ പരാതി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ കർത്താവെ പരിശുദ്ധാത്മാവ് അതെല്ലാം ഒരു കാര്യങ്ങളെ നന്നായി ചെയ്യുവാനുള്ള കൃപ ഇന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പൊതുവേ പറഞ്ഞെന്നുള്ളൂ, ഒരാളോടല്ല, പൊതുവേ പറഞ്ഞെന്നുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദറെ, മിന്നാന്ന് എന്റെ മോൻ രാഹുലിനെ പറ്റി പറഞ്ഞിണ്ടായി. ഇനി അവന്റെ കാര്യം ആലോചിച്ച് കരയരുതെന്ന് പറഞ്ഞു. അപ്പൊ അവന് 7 മാസമായി ഡൽഹിയിൽ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിക്കണ്, വേറൊരു ഹംഗറിന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോവാൻ. അപ്പൊ അതൊന്നും ശരിയാവുണ്ടായില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു അനക്കം ഉണ്ടായില്ല.
ഭയങ്കര വിഷമിക്കായിരുന്നു. അവന്റെ കല്യാണം നടക്കാണ്ട് ഒരു നല്ല ജോലി കുറെ പഠിച്ചാണ്, എഞ്ചിനീയറിങ്, ബിടെക്, ഡിപ്ലോമ, സേഫ്റ്റി ഓഫീസർ ആവാൻ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും ഒന്നും ആവാണ്ട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പോഴാ അവന്റെ കാര്യം പറഞ്ഞേ. അപ്പൊ ഇന്ന് അവന് വർക്ക് പെർമിറ്റിനുള്ളത് വന്നു. ഇനി നാളെ മെഡിക്കൽ എടുക്കാനൊക്കെ പോവാൻ നിക്കണ്. അവന് നല്ലൊരു കുടുംബജീവിതം, വിവാഹം നടക്കാനും ഇതൊക്കെ ശരിയാവാനും കൂടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു സെക്കൻഡ് എക്സ്ട്രാ, ഇതിൽ കയറണം. ഒരു സെക്കൻഡ് എക്സ്ട്രാ. എന്നാണ് മോന്റെ പേര് ദൈവാത്മാ വെളിപ്പെടുത്തിയത്? എന്നാണ്? മിഞ്ഞാന്ന്. അപ്പൊ ഞാൻ രാത്രി സൂമിൽ കയറും, കാലത്ത് യൂട്യൂബിലും കാണും. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഞാൻ ഇത് മുടക്കില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ എക്സ്ട്രാ. അതായത് മോന്റെ പേര് വെളിപ്പെടുത്തിയ സമയത്ത് മോൻ ജോലി ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. മിനിഞ്ഞാന്ന് അത് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നത്, അല്ലേ? അതായത് കർത്താവ് മോന്റെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അവനെ തൊടാൻ പോവാണ്, അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോവാ, അങ്ങനെയല്ലേ കേട്ടത്? അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞു. എനിക്ക് ആ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു. അപ്പൊ ഇനി മുതൽ അവന്റെ കാര്യമെല്ലാം വെച്ച് കരയണ്ടെന്ന് പറഞ്ഞു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആ ദൈവത്തിൻ്റെ ആത്മാവ് സിസ്റ്ററുടെ മോൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് ദൈവാത്മാവ് പറഞ്ഞു, ഇനി അവനെ ഓർത്ത് കരയണ്ട, ദൈവം അവൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, കുറേ നാളായിട്ട് അവൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്, ഒത്തിരി പഠിച്ചു, പക്ഷെ ഒരു പ്രയോജനമില്ല, നിൽക്കുവാണ് അവന് ജോലിയില്ലാതെ. പക്ഷേ കർത്താവ് അത് വെളിപ്പെടുത്തി, ഇനി അവനെ ഓർത്ത് കരയണ്ട എന്ന് പറഞ്ഞതിൻ്റെ 3-ാം ദിവസം അവന് ഹംഗറിയിൽ നിന്നുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ഇതാണ് സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. വലിയ അത്ഭുതം. ഞാൻ പറഞ്ഞില്ല, കർത്താവ് ഒരു കാര്യം ഇടപെട്ടാൽ പിന്നെ നമ്മളൊന്നും പിന്നെ ഓർത്ത് ഭാരപ്പെടുന്നു. കേട്ടതുപോലെ തന്നെ ഭാരം ദൈവത്തിന് കൊടുക്കുക, അത്ഭുതം നമ്മൾ സ്വീകരിക്കുക. കർത്താവെന്ന് പ്രിയ സിസ്റ്ററെ തൊട്ടതിന് നന്ദി. കേട്ട സാക്ഷ്യം പോലെ ആലോചനയുടെ നിവൃത്തിക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവാൻ്റെ രേഖട്ടെ. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന സിസ്റ്ററെ എനിക്ക് കുറച്ച് മുമ്പ് സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ സിസ്റ്റർ പറഞ്ഞായിരുന്നു, ഞാൻ പേര് സിസ്റ്ററെ മറന്നുപോയി. ചെവി ഇന്നലെ തുറന്ന് 2 വർഷമായിട്ട് ചെവി കേൾക്കാൻ പറ്റാതെ ചെവി തുറന്ന് സൗകര്യ സാക്ഷ്യം പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് റേഞ്ച് കട്ടായതുകൊണ്ട് സിസ്റ്ററെ കേട്ടില്ല. മോഹിനി എന്നാണ് സിസ്റ്ററെ, എനിക്ക് റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ സിസ്റ്ററെ, ഒന്നൊന്ന് പറഞ്ഞോണം. എനിക്ക് റേഞ്ച് കട്ടാവുകയാണെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വേഗത്തിലൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടു, ഞാനിപ്പോൾ അത് ഓപ്പൺ ആക്കാം. റേഞ്ച് കിട്ടുമെങ്കിൽ ഇപ്പോൾ ഓണാക്കി പറഞ്ഞു, ഇല്ല ക്ലിയർ അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഇട്ടോ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ. ഒരു സാക്ഷ്യം പറഞ്ഞു. മകന് വേണ്ടി അതായത് എന്റെ മകന് ഒരു ജോലിയുണ്ട്, ചെറുതായിട്ടൊരു ജോലിയുണ്ട്, ഡിസൈനറായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയിൽ അപ്പൊ അവന്റെ കമ്പനിയില് അലവൻസ് ഉണ്ട്. പക്ഷെ ഈ അലവൻസ് ഈ കുട്ടി 1 വർഷമായിട്ട് ജോലി ചെയ്തിട്ട് അവിടെ മറച്ചു വെച്ചിക്ക. ഈ കുട്ടിക്ക് മാത്രം കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ കുട്ടി വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് ഓഫീസിലേക്ക് പോകും. അപ്പോഴൊന്നും ഇത് വെളിപ്പെട്ടിട്ടില്ല. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ കുട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ OTയുടെ നോട്ടീസ് ബോർഡ് ഇടുകയും ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് OT കിട്ടുന്നില്ലേന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് അവര് പറയുന്നത് 1 വർഷമായിട്ട് ഈ കുട്ടിക്കില്ല. അങ്ങനെ അപ്പൊ തന്നെ അവര് ആ മാസത്തെ OT എടുത്ത് കയ്യിൽ കൊടുത്തു. അപ്പൊ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പ്രാർത്ഥന ഞങ്ങൾ എന്ന് വന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് സാത്താൻ തടഞ്ഞു വെച്ച വലിയൊരു അനുഗ്രഹം മറ നീക്കി പുറപ്പെട്ടു. അത് ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കയറിയതാണ്. അപ്പൊ അത് ഞങ്ങൾ മറച്ചു വെക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് 2-3 ആഴ്ച ഇത് സംഭവിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങളത് ഓർമ്മ വരുമ്പോഴാണ് ഇപ്പൊ അത് ഒരു സാക്ഷിയായിട്ട് പറയണം. തീർച്ചയായിട്ടും എല്ലാ ലക്ഷ്യങ്ങളും തടഞ്ഞു വെക്കുക. അപ്പൊ ഈ തടഞ്ഞു വെച്ചത് വെളിപ്പെട്ട് വന്നു. ആമേൻ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു, ബ്രദറിനോട് പ്രത്യേകമായി നന്ദി. ആമേൻ. ബൈബിളിൽ പറഞ്ഞതുപോലെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തടഞ്ഞു വെച്ചേക്കുന്ന ഒരു നന്മ ഇനി തടയാൻ പറ്റത്തില്ല. സകല പിശാചിന്റെയും കയ്യെ നീക്കി കർത്താവ് വഴി തുറന്നതിന് നന്ദി. നമ്മൾ പിശാചിന്റെ അണ്ടറിലല്ല, പിശാചിന്റെ തലയെ ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അത്ഭുതം തുറന്നതിന് നന്ദി. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞോ പറഞ്ഞോ മോഹിനി സിസ്റ്റർ പറഞ്ഞോ. അതെ, ഗായത്രി അടുത്ത വീട്ടിലെ കുട്ടി അല്ലേ? ഗായത്രീനെ ഓർത്ത് പറഞ്ഞു.
കുട്ടി പ്രഗ്നന്റ് ആണ്, 8 മാസമായിണ്ട്. എന്നാ തീർച്ചയായിട്ടും അവരുടെ ആദ്യത്തെ കുട്ടി ഇതായി പോയി ബ്രദർ. അപ്പൊ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും സിസ്റ്ററെ, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അവർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തവരാണെങ്കിൽ സിസ്റ്റർ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പറയണം കർത്താവ് യേശു സഹായിക്കുന്നു പറയണം. ഒന്നാ ധൈര്യമായിട്ട് പോയിട്ട് അവരോട് പറയണം. ഗായത്രിയോട് പോയിട്ട് പറയണം ഇതുപോലൊരു പ്രാർത്ഥനയിൽ കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തി ഒരു ബ്രദർ പറഞ്ഞതാണ്, കർത്താവ് ഇങ്ങനെ സംസാരിച്ചാണ്, അതുകൊണ്ട് ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് എന്നിട്ട് തൊടാൻ ഇനി അനുവദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടെ പറയണം കർത്താവെ ഗായത്രീനെ അനുഗ്രഹിക്കുന്നു, ആ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, എൻ്റെ യേശുവെ അങ്ങ് സൂക്ഷിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് 2 വാക്കൊന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ സിസ്റ്ററെ. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് സിസ്റ്ററെ അയക്കാവേ. കർത്താവ് ഞങ്ങൾ മോഹിനി സിസ്റ്റർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളോട് ചെന്ന് ആ ഗായത്രി ദൈവാത്മ വെളിപ്പെട്ടതാണല്ലോ. ഒരു തവണ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ ഉദരത്തിൽ ഇപ്പോൾ കുഞ്ഞുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരനർത്ഥവും വരാതെ വണ്ണം പ്രിയമകളോട് പോയി സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശുവെ അങ്ങ് ആ പ്രാർത്ഥനയെ സീൽ ചെയ്ത് സൂക്ഷിച്ചതിന് നന്ദി, വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോളുടെ പേര് ഗായത്രി എന്നാ. അപ്പൊ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ചെവി സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും രക്ഷയിലേക്ക് വരാൻ വേണ്ടി ഫസ്റ്റ് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് കൊണ്ടൊരു അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ പറഞ്ഞോളാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ ഞാൻ എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നതാണ്. ആ 2 വചനങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അവരെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞോണം. കർത്താവ് തൂടും കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. ഇന്നലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പം ഒത്തിരി എനിക്ക് ശ്വാസം മുട്ടി വലിച്ചിട്ട് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇന്നലെ ബ്രദർ പറഞ്ഞു വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന അസുഖം ഇപ്പോൾ സുഖപ്പെടുവാണ്. ഇന്നലെ ബ്രദർ പ്രാർത്ഥനയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി എനിക്ക് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. പലപ്പോഴും എനിക്ക് സ്റ്റീറോയിഡിനെ ആശ്രയിക്കേണ്ടി വരുന്ന അസുഖമാണ്, ബ്രദറിനറിയാം. അപ്പം ഇന്നലെ എനിക്ക് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി, വളരെ വളരെ നാളുകൾക്ക് ശേഷം. അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. നന്ദി കർത്താവ്. പ്രിയ സൂസൻ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ വളരെ നാളുകളായിട്ട് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു. പക്ഷേ കർത്താവ് തൊട്ടു യേശു സൗഖ്യമാക്കിയിട്ട് നന്ദി പറയുന്നു. സ്വസ്ഥമായി കിടന്നുറങ്ങിയെന്നാണ് പറഞ്ഞത്. കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിനും സ്വസ്ഥതയ്ക്കും നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. പാലിന്നാണ് ഞാൻ ഇന്ന് ആദ്യം കയറുന്നത്. എനിക്ക് ഞാൻ യൂട്യൂബിൽ ഈ 2-3 വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം, ദൈവശക്തി അനുഭവമായിട്ടായി തീർന്നു. ഞങ്ങൾ ശുശ്രൂഷയിലാണ്. 2 പെൺമക്കളുണ്ട്, 2 പേരും വിവാഹിതരാണ്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇതിൽ തന്നെ തുടർന്നു പോകാൻ വളരെ ആഗ്രഹം. വചനം ജീവിക്കുന്ന ഒരു വചനം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ടാബ്ലറ്റ് പോലെ തരാൻ ഒരു ദൈവകൃപ ദൈവദാസനിലുണ്ടല്ലോ. അതിന് പ്രത്യേകം ഞങ്ങളുടെ വിഷയങ്ങൾ അനേകമുണ്ട്. എല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന പോലെ ദൈവം ചെയ്തു തരുവാനായിട്ട് പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വചനം കേട്ടപ്പോൾ ദൈവം കൊടുത്ത സമാധാനത്തിനും ബലത്തിനും നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് കടങ്ങളുണ്ട്. ഞാൻ ദിവസവും യെശയ്യാ 45:3 ഞാൻ നിനക്ക് മുൻപേ പോയി മല നിൽപ്പ ആ വചനം എന്നും ചൊല്ലി പ്രാർത്ഥിക്കും. എങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുന്നു. പക്ഷെ എന്റെ വിഷയം മലമാതിരി എന്റെ ഹൃദയത്തിൽ കലങ്ങി, പിന്നെ ടെൻഷൻ വരും, പിന്നെ ആ വചനം പറയും, പിന്നെ ടെൻഷൻ വരും. അങ്ങനെയായിരുന്നു ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ കാര്യത്തിന് വിശ്വാസം കുറവ് തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് മനസ്സിലായി. അതിന് ബ്രദറിന് നന്ദിയുണ്ട്. ഞാൻ രാവിലെ തൊട്ട് ആലോചിക്കായിരുന്നു എന്നിൽ എന്താ കുറവ്, ഏത് വഴിയിലൂടെയാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നത്തെ സന്ദേശത്തിൽ അത് എനിക്ക് മനസ്സിലായി, ഇതിൽ എനിക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന്.
തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനം സിസ്റ്റർ കേട്ടതുപോലെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ സിസ്റ്റർ ആ വചനം ഉറക്കെ പറയുക. എപ്പോഴാണോ സിസ്റ്റർക്ക് ആ ഭാരം വിട്ടൊഴിഞ്ഞ് മനസ്സിലേക്ക് ഒരു സമാധാനം വരുന്ന തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നിമിഷം മുതൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറച്ചു എന്നതിൻ്റെ സൈനാണ്. പിന്നെ ഒന്നും ഭയപ്പെടേണ്ട, മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക. ആ വിഷയത്തെ കർത്താവ് അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പറയണേ. ഒരു പറഞ്ഞു. രോഗസൗഖ്യത്തിന്റെ ആണ്. ആള് ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ബസ്സിൽ കയറാൻ വേണ്ടി പോയപ്പോ പെട്ടെന്ന് ബസ് എടുത്തു. ആള് പിന്നെ ഡോറിൽ ഇങ്ങനെ തൂങ്ങിയപ്പോ കയ്യിന് ജോയിന് ഭയങ്കര പ്രശ്നമായി. പിന്നെ മസിലൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വന്നൊരു ഉണ്ട പോലെ ആയി. കുറച്ച് അന്നൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാഴ്ചയൊക്കെ മിണ്ടാണ്ട് ഒരു സെക്കൻഡ് നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരാൾ സൗണ്ട് മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ആകുക. നിങ്ങളിപ്പോൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ലൈവിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അല്ല നമ്മളിനി സൂമിൽ നിന്നും പ്രാർത്ഥന മാറ്റി ഞാൻ നേരെ യൂട്യൂബിലോട്ട് പോകും, പിന്നെ നമുക്കിങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാതായിപ്പോകും കേട്ടോ. അതങ്ങനെ അവസ്ഥ വരരുത്. നിങ്ങൾ സഹകരിക്കുക. നമ്മൾ ഒരുമിച്ചൊരു പ്രാർത്ഥനയിലാണ് പോണത്. വളരെ ശ്രദ്ധിക്കുക പറയുന്ന വാക്കുകൾ. ഓക്കെ സിസ്റ്റർ, സാക്ഷ്യം പറഞ്ഞു സിസ്റ്റർ, കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഏട്ടന് അങ്ങനെ ബസ്സിന് കയറുമ്പോ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ ഡോറിൽ തൂങ്ങിയപ്പോ കയ്യിന് ഭയങ്കര കയ്യാണ്. പിന്നെ എന്നിട്ട് ബസ് നിർത്തിയിട്ട് ആള് കേറി. പിന്നെ കയ്യിന് ഭയങ്കര വേദന, ജോയിന്റിൽ ഭയങ്കര വേദന, മസിലൊക്കെ ആ തൂങ്ങിയ കാരണം മസിൽ ഇങ്ങോട്ട് താഴ്ത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് ഡോക്ടറെ അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സൺഡേ ആയിരുന്നു, തീരെ കൈകൊണ്ട് വെയ്യാണ്ട് കിടക്കണു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രേയറിന്, ഞാനൊരു ഹിന്ദു ആണ്, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ പ്രേയറിന് പോയിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിന്റെ ഇത് യൂട്യൂബിലാണ് ഈ പ്രേയർ കണ്ടത്. അപ്പൊ ഞാൻ പിന്നെ ഇതിൽ ലിങ്കിൽ ഞാൻ സൂമിൽ കയറാൻ തുടങ്ങി. എനിക്ക് വചനം എന്താണെന്നൊന്നും, ഞാൻ ഹിന്ദു ആയ കാരണം എനിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പ്രാർത്ഥിക്കും. ഞാൻ നമ്മുടെ രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ല, യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പ്രാർത്ഥിച്ചാൽ നല്ലതാണ്, അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിലാണ് പോകുന്നത്. എന്നിട്ട് പോയിട്ട് വന്നപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചിട്ട് ആ യേശുവിന്റെ തിരുമുറിവിനായി പിന്നെ ഈ കൈ സൗഖ്യപ്പെടണം, എനിക്ക് ഇതിന് മാറ്റം തരണം എന്ന് പറഞ്ഞിട്ട് തന്നെ 1 മണിക്കൂർ ആ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഏട്ടന് അങ്ങനെ ഉറങ്ങി നീച്ചപ്പോ ആ കൈയിന് ഒരു പ്രശ്നവും ഇല്ല. കയ്യിന് വേദനയാ, ആ മസില് ഭയങ്കര ഒരു കട്ടിയായിരുന്നു. കട്ടിയൊക്കെ പോയി നല്ല പിന്നെ വേദന ഇല്ലാണ്ടാണ് നീച്ചത്. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് തൊടിയൊക്കെ നിറയെ കാടും പൊന്തിയൊക്കെയാണ്. വൈകുന്നേരം നീച്ചിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തു ആള്, കൈക്കോട്ടും മടാളൊക്കെ വെച്ചിട്ട്. വലിയൊരു സാക്ഷിയാണ് ഉണ്ടായത്. എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഏട്ടനൊക്കെ ഭയങ്കര വിശ്വാസമായി. എന്തായാലും എനിക്ക് അറിയിക്കാത്ത അത്രയും തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയായിട്ട് വേദനയും ആ ഒരു ബൾജ് നിൽക്കുന്ന അവസ്ഥയുണ്ടായി ആ കൈയുടെ അവിടെ. ഒരാഴ്ചയായിട്ട് മകൻ വേദനയായിട്ട് ഹസ്ബൻഡ് കിടന്ന സമയത്താണ് സിസ്റ്റർ പറഞ്ഞ പോലെ രോഗമാണെന്ന് പറഞ്ഞത്. സിസ്റ്റർ വചനം കേട്ടു, യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യമുണ്ടെന്നുള്ള വചനം കേട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കർത്താവിൻ്റെ നാമത്തിൽ അവിടെ പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ കേട്ട് നോക്കി, അത് ആ തടിച്ചു നിന്ന ഒരു ഹോസ്പിറ്റലിലും പോകാതെ തന്നെ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് സൗഖ്യമാക്കുകയും ആ ബൾജ് നിന്നതെല്ലാം മാറി. അപ്പം തന്നെ മകൻ എണീറ്റ് എന്ത് ചെയ്തു, രോഗിയായി വേദന അടിച്ച് കിടന്ന ആൾ എന്ത് ചെയ്തു, എണീറ്റ് അവിടെ പുല്ലെല്ലാം വെട്ടി ആ ജോലി വരെ ചെയ്യുവാൻ ശക്തി കിട്ടി. ഇതാണ് കർത്താവിൻ്റെ വചനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാലുള്ള അത്ഭുതങ്ങൾ. ഞാൻ പറഞ്ഞില്ല, വെറുതെ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. കർത്താവ് പ്രിയമാക്കി കൊടുത്ത വിശ്വാസത്തിനും ശക്തിക്കും നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. എസ്ട്ര, ഇനിയും കൂട്ടായ്മ ആചരിക്കുക കേട്ടോ, വളരുക. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ വേണ്ടിയാണോ അഞ്ജലി സഹോദരി മ്യൂട്ട് മാറ്റിയത്? പറയാൻ വേണ്ടിയാണോ? നിങ്ങളൊക്കെ പറഞ്ഞോ. ഞാനത് നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്. പറഞ്ഞു. ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു രോഗമുള്ള ഒരു സഹോദരിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് എനിക്ക് അന്ന് മുതൽ ഒത്തിരി സൗഖ്യമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ നല്ല വേദന ഉണ്ടായിരുന്നു, വളവുണ്ടായിരുന്നു. വളവൊക്കെ നിവർന്നു വരുന്നുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒക്കെ ബലം വരുന്നുണ്ട്. സ്വയമായിട്ട് ഇരുന്ന് പൊങ്ങാൻ കഴിയുന്നില്ല. സ്വയമായിട്ട് പിന്നെ മസിലിന് ടെമ്പർ വരുന്നുണ്ട്. ഇറുക്കം എന്ന് പറഞ്ഞാൽ തെളിമ്പ് നിന്നതൊക്കെ കുറച്ചുറച്ച് വരുന്ന ഒരു അനുഭവം കാണിക്കുന്നുണ്ട് ദൈവം. തീർച്ചയായിട്ടും കർത്താവ് എങ്ങോട്ട് വലിയ വ്യത്യാസം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഇതിൽ തൃപ്തരല്ല. കാരണം വെച്ചാൽ പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വളവുണ്ടായിരുന്നു ശരീരസ്ഥയിൽ, അതൊക്കെ നേരെയാക്കി. വേദന ഉണ്ടായിരുന്നു, സൗഖ്യമാക്കി. എന്നാൽ ഇച്ചിരി ബലക്കുറവുണ്ട്. അത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറാൻ പോവാണ്. കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട്. യേശു മുറിവേറ്റത് ഞങ്ങൾ രോഗിയാകാനല്ല, സൗഖ്യമാകാനാണ് യേശു അടികൊണ്ടത്. കർത്താവ് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിവേറ്റ് ഒഴുകിയ രക്തം പ്രിയ മകളുടെ സൗഖ്യമാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേലേക്ക് കർത്താവ് വളവ് നീക്കിയ ദൈവം, ആ വേദന മാറ്റിയ ദൈവം ബലം നിറയ്ക്കട്ടെ. ചാടി തുള്ളി ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് സൗഖ്യത്തെ ഞങ്ങൾ അയക്കുന്നു. എൻ്റെ യേശുവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. പ്രിയമകളെ തൊട്ടതിന് നന്ദി, ബലം കൊടുത്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ ഇപ്പം തന്നെ ചെക്ക് ചെയ്തു, കർത്താവ് ബലം വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് ചെയ്ത് നോക്കിക്കോ, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഞാൻ ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്ക് സമയപരിമിതിയുണ്ട്. അടുത്ത ദിവസം കംപ്ലീറ്റ് സാക്ഷ്യങ്ങളും കൂടെ ബാക്കിയും കൂടെ ഉള്ളതും കൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു സാക്ഷ്യം കൂടെ നമ്മൾ ഉണ്ടെങ്കിലെന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും പയ്യെ വെച്ചിട്ട് അടുത്ത ദിവസം സാക്ഷ്യത്തിന് വേണ്ടി തന്നെ നമ്മുടെ സമയം മാറ്റിവെക്കുന്നുണ്ട്. കുറച്ച് നേരങ്ങൾ അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യമുള്ളവരൊന്നും പറയാതിരിക്കരുത്. ചെറിയ സാക്ഷ്യമായിക്കോട്ടെ, പറയാതിരിക്കരുത്. ഏത് രോഗമാണെങ്കിലും കൈവച്ചോണം. സൗഖ്യത്തിൻ്റെ അത്ഭുതം. പറഞ്ഞു സിസ്റ്ററെ. പ്രിയ സിസ്റ്ററെ, ഞാൻ ഇപ്പോൾ ഓഡിയോ കേട്ടു. എനിക്ക് ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. ഞാനിത് കേട്ടിട്ട് നാളെ സിസ്റ്ററുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞോളാം കേട്ടോ. എനിക്ക് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ്. പറഞ്ഞു സിസ്റ്റർ. ഇപ്പം പറയാൻ സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഞങ്ങൾ ശുശ്രൂഷയിലായതുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു അമ്മായിയമ്മ കൂടെയുണ്ട്. 86 വയസ്സോളമായി. പക്ഷെ പ്രാർത്ഥനയോടോ ബന്ധുക്കുസാരോടോ ഒരു താല്പര്യമില്ല. ഭയങ്കര ഇന്നും കൂടെ എന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്യുക. എല്ലാ കാര്യം കിടപ്പിൽ ചെയ്യണം. ഇപ്പൊ 3 മാസത്തോളമായി കിടപ്പറയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒട്ടും ഒരു ഈ വിഷയത്തിൽ നീക്കുപോക്കില്ല. ഭയങ്കര ഇവർക്ക് സമുദായത്തിന്റെ ആ ഒരു ഭയങ്കര ഇതിലാ നിൽക്കണേ. അപ്പൊ ഞാൻ മുന്നോട്ട് ഒരു കുഞ്ഞു കൊച്ചുണ്ട് മോളുടെ, അതിനെ ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് ഭയങ്കര ക്ലേശം അനുഭവിക്കാൻ എനിക്ക് വേണ്ടി എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയൊരു സമാധാനം കർത്താവ് കൊടുക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും നിങ്ങൾ ലൈവിൽ പറയരുത്. നിങ്ങളിപ്പോഴും ഞാൻ പറയുകയാണ്, അതെല്ലാം വാട്സാപ്പിലേക്ക് അയക്കേണ്ടത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയൊരു സമാധാനം കുടുംബത്തിൽ കൊടുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം. വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളത് പറയാൻ റെഡി ആക്കിയെന്ന് വേണം. സമയപരിമിതിയാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനകൾ ഈ ക്ലോസിംഗ് ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനി കാണാൻ പോകുന്നവർക്കും, ഇപ്പോൾ ലൈവിൽ കാണുന്നവർക്കും കാണാൻ പോകുന്നവർക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് വരാം. അവിടെ നമ്മുടെ പ്രാർത്ഥന സൂമിൻ്റെ ലിങ്കുകളുണ്ട്. ടെസ്റ്റിമണികളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂമിൽ കാണുന്നവരെ, ലൈവിൽ കാണുന്നവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറയാൻ പോവുകയാണ്. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. ലൈവിൽ ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണം. അവരെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. വലിയ സാക്ഷ്യങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. അനേകർ കാണുമ്പോൾ അവർക്കൊക്കെയും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. രോഗം സൗഖ്യമാകട്ടെ. തകർച്ചകൾ മാറട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. സന്തോഷം ഉണ്ടാകട്ടെ. അനുഗ്രഹത്തെ കൽപ്പിക്കുന്നു. യേശുവെ, അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. അത്ഭുതമാക്കിയതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക്